السلام عليكم ورحمة الله وبركاته. الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم سلطان ومن شر شيطان. يا قديم الإحسان يا غفور يا غفار. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക താവക സ്മരണ തൻ പൂങ്കാറ്റ് വീശിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ. തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക താവക സ്മരണ തൻ പൂങ്കാറ്റ് വീശിണു ഈ രാത്രി തൻ സ്വച്ഛന്ദ നിശബ്ദവേളയിൽ. സ്തുതികളഖിലവും നിനക്കാണു തമ്പുരാനെ. സൂര്യചന്ദ്ര നക്ഷത്രഗോള താരപദങ്ങളെ പടച്ച മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും പടച്ച ജമാലിയത്തിന്റെ ജലാലിയത്തിന്റെ നൂറാനിയത്തിന്റെ പ്രഭവ കേന്ദ്രമേ
അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ, കരളിന്റെ കഷ്ണമേ, ഈ സാഗരപ്പരപ്പുകൾക്കപ്പുറമുള്ള മദീന മലർവാടിയിൽ ഈ രാത്രിയിലും ദൂരെ നിന്നോടിയെത്തുന്ന പൂങ്കാറ്റിന്റെ തഴുകലേറ്റ് കിടക്കുന്ന ഖുബ്ബത്തുൽ ഖളറായിന്റെ താഴെ ഈ സദസ് കാണുന്ന സ്വാദിഖുൽ മസ്തൂഖുൽ അമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവേ, നിന്റെ കൃപാ കടാക്ഷങ്ങൾ ഓശാരമായി ചൊരിയണമേ. അഭിവന്ദരായ സയ്യിദ് ഉസ്താദ് അവറുകളെ, ബഹുമാനരായ ആലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കാരുണ്യവാനും ദയാപരനുമായ തമ്പുരാൻ നമ്മെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ അനുഗ്രഹധന്യമായ സ്വർഗീയ ആരാമത്തിൽ നമ്മേവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ഈ വർഷത്തെ മദ്ഹുർ റസൂൽ പ്രഭാഷണ പരമ്പരയുടെ 6ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മൾ ഇന്നലെ അള്ളാഹുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. 3 വിഭാഗം ആളുകൾക്ക് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കും. അതിലൊന്നാമത്തെ വിഭാഗം അള്ളാഹുവിനെയും പുണ്യനബിയെയും സ്നേഹിച്ച ആളുകളാണ് എന്നാണ് പറഞ്ഞു വെച്ചത്. സ്നേഹിക്കേണ്ട അനിവാര്യതയെക്കുറിച്ചും സ്നേഹം സൃഷ്ടിക്കുന്ന സഹായത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നമ്മളിവിടെ പറഞ്ഞു വെച്ചു. പുണ്യനബി പറഞ്ഞു, അലാമത്തു ഹുബ്ബില്ലാഹ് ദവാമു ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഒരാൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളം എപ്പോഴും അള്ളാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കും എന്നതാണ്. നമ്മൾ ഒരാളെ പ്രേമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ, ചിന്തയിൽ എപ്പോഴും മെഹബൂബത്ത് കടന്നു വരാറുണ്ട്. അതാണ് സ്നേഹത്തിന്റെ പുറമേക്കുള്ള അടയാളം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ഇന്ന് ഈ വിനീതൻ നിങ്ങളുമായി നടത്തുന്ന പ്രഭാഷണത്തിന്റെ അവസാന ദിവസമാണ്. നാളെ കേരളത്തിലെ വളരെ പ്രഗത്ഭനായ പ്രഭാഷകൻ സിറാജുദ്ദീൻ ദാരിമി കക്കാട് ഈ വേദിയിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യും. മറ്റന്നാൾ രാവിലെ ഞങ്ങൾ ഈ ദ്വീപ് വിടുകയാണ്. നാളെ നിങ്ങളെപ്പോലെ ഒരു ശ്രോതാവിനെ പോലെ ഞാനും ഉണ്ടാവും. അത് ആമുഖമായി അങ്ങനെ പറഞ്ഞത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും, അപ്പൊ പിന്നെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇന്നൊരല്പം വൈകിയാലും നിങ്ങളൊക്കെ ക്ഷമ കാണിക്കണമെന്ന് അറിയിക്കുന്നു. ഇന്നൊരു സുബൈ വരെ നമുക്ക് അങ്ങോട്ട് പറയാം, അല്ലേ? ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയും. എന്നാ വേണ്ട, ഇവിടെ ആംബുലൻസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഹെലികോപ്റ്ററിൽ കൊണ്ടുവരും എന്നെ. എന്തായാലും കുറച്ച് സമയം എടുത്ത് നമുക്ക് സംസാരിക്കാം. നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ വെറുതെ പാട്ടുപാടി തീർക്കാതെ, കഥകൾ പറയാതെ, ഇസ്രായേലി കഥകൾ പറയാതെ, വെറുതെ തമാശ പറയാതെ പരമാവധി വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഏറെ താല്പര്യത്തോടെ ഇരിക്കുന്നത് എനിക്കേറെ സന്തോഷം പകർന്നു. ഈ മുമ്പിൽ വന്നിരിക്കാത്തത് ഈ ബോക്സിന്റെ അതികഠിനമായ ശബ്ദം സഹിക്കാൻ വയ്യാനിട്ടാണെന്നറിയാം. ആ മതിലിന്റെ ചുറ്റുഭാഗത്തൊക്കെ ധാരാളം യുവാക്കൾ എല്ലാ ദിവസവും തടിച്ചുകൂടിയിട്ടുണ്ട്. അവസാന ദിവസം വരെ നിങ്ങൾ ഈ നിറഞ്ഞ ആത്മീയ ആഘോഷത്തിൽ പങ്കാളികളാകണം. നിങ്ങൾ പകർന്നു നൽകിയ സ്നേഹത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ പകരം തരാൻ എന്റെയും നമ്മുടെ ബഷീർ സാഹിബിന്റെയും കയ്യിൽ തിരിച്ചൊന്നുമില്ല. പകരം പ്രാർത്ഥനകൾ തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. ഈ വിനീതന്റെ ആയുഷ്കാലത്തിനിടയിൽ
എപ്പോഴൊക്കെ ഇതുപോലെ വേദികളെ അഭിമുഖീകരിക്കുന്നുവോ അപ്പോഴൊക്കെ ഈ ദ്വീപുകാർ എൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് ഞാൻ വാക്ക് തരികയാണ്. സാധാരണ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറത്ത്, കോഴിക്കോടൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ നമ്മൾ ആ ടൈമിൽ അവിടെ എത്തിച്ചേരാറുള്ളൂ. അതൊരു തന്ത്രമാണ്. പിന്നെ ഭക്ഷണം കഴിച്ച് നേരെ സ്റ്റേജിൽ കയറും, പ്രസംഗിക്കും, നേരെ ഇറങ്ങിപ്പോകും എന്നതല്ലാതെ സംഘാടകരോടോ അഭിസംബോധന ചെയ്യുന്ന സമൂഹത്തോടോ നമ്മളൊരു ബന്ധവും പുലർത്താറില്ല. ആ ബന്ധങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോരാറാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നതു മുതൽ സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമേ ഞാൻ പ്രസംഗിക്കുന്നുള്ളൂ. താഴേക്കിറങ്ങി എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയുന്നത് പോലെ ഞാനൊരു സ്നേഹിതനാണ്, കൂട്ടുകാരനോടാണ്. ഖാലി ഉസ്താദ് എന്ന വലിയ പ്രതിഭ മുതൽ താഴെ ഇങ്ങോട്ട് യുവാക്കൾ കടന്ന് ഏറ്റവും ചെറിയ അസ്ഗർ വരെയുള്ള പേരെല്ലാവരുടെയും എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. എല്ലാവരോടും ഞാൻ സ്നേഹത്തിലും കൂട്ടുകെട്ടിലുമാണ് ഇതുവരെ ഞാനും ബഷീർക്കായും കഴിഞ്ഞിട്ടുള്ളത്. അവർ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലരെങ്കിലും പറഞ്ഞു വേദിയിലെത്തുമ്പോൾ ആളു മാറുന്നു, ഇറങ്ങിയ മാറി. മുഅ്മിനീങ്ങളെ, സമസ്തയുടെ ഒരു പ്രത്യേകത അങ്ങനെ ജാട കാണിക്കാൻ പാടില്ല. ഉള്ളിൽ ജാട ഉണ്ടെങ്കിലും നമ്മൾ പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ നൽകിയ സ്നേഹം ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തൃശ്ശൂർ ജില്ലയുമായി, കരയുമായി ബന്ധപ്പെടേണ്ട ഒരാവശ്യം, നിങ്ങൾക്ക് രണ്ടാവശ്യം വരിക. ഒന്ന് പഠനാവശ്യം, ഒന്ന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആവശ്യം വരിക. നിങ്ങൾ തൃശ്ശൂരിലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാറില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും കാരണവശാൽ നല്ല മുറി മുറിക്കുന്ന എറണാകുളത്തെയും കോഴിക്കോട്ടെയും ഹോസ്പിറ്റലിന് പകരം അധികം പൈസ വാങ്ങാത്ത തൃശ്ശൂരിലെ ജൂബിലി മിഷനെ പോലെയുള്ള, മദർ ഹോസ്പിറ്റലിനെ പോലെയുള്ള, അമല ഹോസ്പിറ്റലിനെ പോലെ, ഞാൻ പരസ്യം പറയാൻ അവരുടെ റെപ്രസെന്റേറ്റീവ് ഒന്നുമല്ല, പക്ഷെ താരതമ്യേന പൈസ കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അവിടെ വരികയാണെങ്കിൽ എൻ്റെയോ ബഷീർക്കായുടെ നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ടാൽ, ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞു പോവല്ല, ഏത് കാലത്താണെങ്കിലും ശരി, അമേനി ദ്വീപുകാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോ ഞങ്ങൾ നിയോഗിക്കുന്ന ആളുകളോ തീർച്ചയായും അവിടെ എത്തിച്ചേരും. നിങ്ങൾക്ക് വേണ്ട ഏത് സഹായവും ഏതർത്ഥത്തിലും, അതിന് സാമ്പത്തികമാകട്ടെ മറ്റെന്താകട്ടെ, ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നാൽ ബഷീർ സാഹിബ് നല്ല പൊളിറ്റിക്കൽ പവറുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിനേക്കാളേറെ സമസ്തയുടെ അതിധീരനായ ഒരു സംഘാടകനാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ കാൽദി ഉസ്താദിനൊക്കെ മുപ്പര് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട കിടന്നു. അപ്പോൾ വേറൊരാൾ കൂടി വരാനുണ്ടായിരുന്നത് പെട്ടെന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെടണം. നമ്പർ നമ്മുടെ നാസി ഫൈസിയുടെ കയ്യിലുണ്ട്. ഇവിടെ എല്ലാ ചെറുപ്പക്കാരുടെയും കയ്യിൽ ഞങ്ങളുടെ നമ്പർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ കരയിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് പല ജില്ലകളിൽ. ഏതെങ്കിലും ആവശ്യാർത്ഥം അവർക്ക് എന്തെങ്കിലും വിഷമം നേരിടുകയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ, അത് കോഴിക്കോടാകട്ടെ എറണാകുളത്താകട്ടെ, പരമാവധി ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കും. വെക്കേഷൻ കാലത്ത് ചിലപ്പോൾ ഒക്കെ കപ്പൽ മിസ്സിങ് വരാറുണ്ട്. അപ്പോഴൊക്കെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബഷീർക്കാരുടെ വീട്ടിൽ ഒരാഴ്ചക്കാലം താമസിക്കാൻ ആരാണെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് നല്ല ഫാമിലിയാണ്. നമ്മുടെ വീട്ടിൽ പിന്നെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ഷണിക്കില്ല, ചെലവ് കൂടുന്നു കരുതിയിട്ടാണ്. അപ്പോൾ അതിന് ആൺകുട്ടികളും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളുടെ ഒരു ലോക്കൽ ഗാർഡിയനായി ഞങ്ങൾ ഉണ്ടാകും എന്നത് വാക്ക് നൽകുകയാണ്. പണത്തേക്കാൾ വലിയ നന്മയല്ലേ മുഅ്മിനീങ്ങളെ അത്. അതുകൊണ്ട് അമേനി ദ്വീപിലെ ആരും അക്കാര്യത്തിൽ ഇനി വിഷമിക്കരുത്. പിന്നെ നിങ്ങളുടെ ഒരു സന്തോഷങ്ങളെയും ഞങ്ങളെ അറിയിക്കേണ്ടതില്ല. സന്തോഷം എന്ന് പറഞ്ഞാൽ കല്യാണം, അങ്ങനെ പ്രസവം പോലെയുള്ള സന്തോഷം ഒന്നും അറിയിക്കരുത്. എന്തെങ്കിലും ദുഃഖമുള്ള കാര്യം ഉണ്ടെങ്കിൽ, മരണം, രോഗം ഒക്കെ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന സദസ്സിൽ നമുക്ക് ദുആ ചെയ്യാം, മയ്യത്ത് നിസ്കരിക്കാം. അങ്ങനെ ഈ ബന്ധം അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. ഇനി ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല എങ്കിൽ നമുക്ക് നാളെ മഹ്ശറയിൽ ഈ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടാം. തങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ആലമുൽ അർവാഹിൽ ആരൊക്കെ ബന്ധപ്പെട്ടോ, ആരൊക്കെ പരസ്പരം സ്നേഹിക്കാൻ ശ്രമിച്ചോ, പരിചയപ്പെട്ടോ, അവരൊക്കെ ദുനിയാവിൽ ബന്ധപ്പെടും, സ്നേഹിക്കും, ഇഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ അലൗകികമായ ഒരു നിയോഗം പോലെ നമ്മൾ തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധം ആലമുൽ അർവാഹിൽ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ദ്വീപിലേക്ക് വരാതിരിക്കാനുള്ള എൻ്റെ സകല ശ്രമങ്ങളും പൊളിച്ചു കളഞ്ഞ് നാസി ഫൈസി ഇവിടെ എത്തിക്കാൻ കാരണമായത്. അള്ളാഹുവിന്റെ തീരുമാനം നടന്നു. നിങ്ങൾ പകരം എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം. എപ്പോഴൊന്നും പറയണില്ല, എപ്പോഴെങ്കിലുമൊക്കെ ദുആ ഇറക്കുമ്പോൾ രണ്ടുപേരും ബഷീറായത് കൊണ്ട് നിങ്ങൾക്ക് പേര് ഓർക്കാൻ എളുപ്പമാണ്.
ഇൻഷാ അല്ലാഹ് യുവാക്കൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ടുള്ള ആളുകൾ, എൻ്റെ ഒരു പേജ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഒക്കെ നന്മക്ക് വേണ്ടി എടുത്തണം നിങ്ങൾ. റിക്വസ്റ്റ് അയച്ചാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരില്ല, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാം, പ്രതികരിക്കാം. ആധുനിക ടെക്നോളജി ചിലപ്പോഴൊക്കെ സഹായമായിരിക്കും. കാരണം നിങ്ങളെ വിളിച്ചാൽ കൂടെ റേഞ്ച് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. ഞാൻ കരയിലേക്ക് ഒരേ ഒരു തവണ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അള്ളാഹു റേഞ്ച് കിട്ടുന്ന ദീപാക്കി മാറ്റട്ടെ. ഖൈറാണെങ്കിൽ ഷർറാണ് കൂടുതലുണ്ടാകുക ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ദുആ ഇരക്കണം. വിട പറയുക ഒക്കെ വലിയ വിരഹമുണ്ടാക്കുന്ന ഒന്നാണ്. അത് തുടക്കത്തിൽ എനിക്കൊന്നിങ്ങനെ കവിത പാടിയപ്പോൾ ഒരു വിഷമം വന്നു പോയത്, എന്നിങ്ങനെ പാടാൻ പറ്റില്ലല്ലോ. വേറെ കേരളത്തിൽ ഒരുപാട് വേദികളിൽ നമ്മൾ പോകുമെങ്കിലും നിങ്ങളെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സ് എനിക്ക് എൻ്റെ പ്രഭാഷണ ജീവിതത്തിൽ ഒരു മഹാത്ഭുതമാണ്. കൂടുതലോ കുറവുള്ള അല്ലതെന്നല്ല, ഈ ദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വമ്പൻ ജനമുന്നേറ്റമാണെന്ന് എനിക്കറിയാം. കാരണം 2 പരിപാടി വേറെ നടക്കുമ്പോൾ ഇവിടെ തടിച്ചുകൂടിയത് ഒരുപാട് ആളുകളാണ്. അപ്പോൾ പക്ഷേ കേരളത്തിലെ വേദികൾ അത് ജനകീയമായി വലിയ ആളുകളുടെ സദസ്സാണ്. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇരിക്കുന്നത് വളരെ ശ്രദ്ധയോടെയാണ്. എന്തു പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. സലാം പറയുമ്പോൾ മാത്രമേ ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നുള്ളൂ. സാധാരണ ആൾക്കാരെ പിടിച്ചിരുത്താൻ തമാശ ഇടക്കിടക്ക് പറയണം. നിങ്ങൾ കേട്ടില്ലേ കേസറ്റിലൊക്കെ ഇടക്കിടക്ക് പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണം, എന്നാലേ ആൾക്കാർ ഇരിക്കുള്ളൂ. ഞാനത് രണ്ടും പ്രയോഗിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ ഇരുന്നത് ഈ സദസ്സിൻ്റെ പുണ്യമാണ്, ഈ ദ്വീപിൻ്റെ പുണ്യമാണ്, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ മനോഹരിതയാണ്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മഹാനായ തേനു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ സാരഥിയായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ ആത്മീയ പുരുഷനായിരുന്നു അദ്ദേഹം. അള്ളാഹുവിനെ സ്നേഹിച്ച ആ മനുഷ്യന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ വിസ്മയജനകമായ ഒരു മഹാവസ്തുതയിൽ നിന്ന് ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട് കോട്ടക്കലിലെ ഇന്ത്യനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇന്ത്യനൂർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് 5 കിലോമീറ്ററാണ് ഇന്ത്യൻ കോട്ടക്കൽ അങ്ങാടിയിലേക്കുള്ളത്. ആ കാലഘട്ടത്തിൽ നടന്നു പോകാൻ മാത്രമേ സാഹചര്യമുള്ളൂ. വാഹന ഗതാഗതം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തേനു മുസ്ലിയാർ എന്ന് പറയുന്ന വയോവൃദ്ധൻ ഇറച്ചി വാങ്ങാൻ വേണ്ടി, മാംസം വാങ്ങാൻ വേണ്ടി കോട്ടക്കലിലേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം കോട്ടക്കലങ്ങാടിയിൽ വന്ന് ഒരു കടയിൽ നിന്ന് ഇറച്ചി മേടിച്ചു. അവിടെയൊക്കെ ഈ തേക്കിന്റെ ഇലയിലാണ് ഇറച്ചി പഴമക്കാർ പൊതിയാറുള്ളത്. അങ്ങനെ പൊതിഞ്ഞു വാങ്ങി ഒരു പലചരക്ക് കടയുടെ മുന്നിൽ വെച്ചു. പലചരക്ക് കട എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മസാലക്കട, നിങ്ങളുടെ നാട്ടിൽ എന്തു പറഞ്ഞാൽ, അതിന്റെ മുന്നിൽ ഒരു മേശപ്പുറത്ത് വെച്ചു. അപ്പോഴവിടെ ആളുകൾ ഇദ്ദേഹത്തെ നോക്കി നിൽക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം അദ്ദേഹം വാങ്ങി. എന്നിട്ട് തിരിച്ചു നടന്നു 5 കിലോമീറ്റർ വീണ്ടും ഇന്ത്യനീരിലേക്ക്. നല്ല വെയിലുള്ള ആ സമയത്ത് വിയർത്തൊലിച്ച് വയോവൃദ്ധനായ ജ്ഞാനവൃദ്ധനായ മഹാനായ തേനു മുസ്ലിയാർ എത്ര കിലോമീറ്റർ നടന്നു? 5. ഭയങ്കര ശ്രദ്ധയെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ നേരത്തെ ഭയങ്കര ശ്രദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് 5 അങ്ങോട്ടും 5 ഇങ്ങോട്ടും കൂടിയാ പിന്നെ 10 കിലോമീറ്റർ നടന്നു. വീട്ടിലെത്തി തേനു മുസ്ലിയാർ ഈ സഞ്ചിയിൽ നിന്ന് തന്റെ പൊതിയെടുത്ത്, ഇറച്ചിയുടെ പൊതിയെടുത്ത് ഭാര്യക്ക് നീട്ടുന്ന നേരം തേനു മുസ്ലിയാരുടെ കണ്ണൊന്ന് തിളങ്ങി. ആ മനുഷ്യന്റെ മുഖത്ത് സങ്കടം ഇരമ്പി വന്നു. തേനു മുസ്ലിയാരുടെ ചുണ്ട് വിതുമ്പി വറക്കാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, എന്തു പറ്റിപ്പോയി, എന്താ നിങ്ങൾ കരഞ്ഞു പോയത്? അപ്പൊ തേനു മുസ്ലിയാർ പറഞ്ഞു, പെണ്ണേ, അപകടമാണ് പറ്റിപ്പോയത് പെണ്ണേ. ആ പൊതി അങ്ങനെ തന്നെ സഞ്ചിയിലേക്ക് എടുത്തു വെച്ചിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഒരു നേരം അവിടെ ഇരിക്കുക പോലും ചെയ്യാതെ തേനു മുസ്ലിയാർ മടങ്ങുകയാണ് കോട്ടക്കലങ്ങാടിയിലേക്ക്. 15ാമത്തെ കിലോമീറ്റർ. ആ കടത്തിണ്ണയിലേക്ക് വയർത്തൊലിച്ചു ഓടി കിതച്ചു വന്നു മഹാനായ തേനു മുസ്ലിയാർ. ആളുകൾ ചോദിച്ചു, ഉസ്താദ്
എന്താ പറ്റിപ്പോയത്, എന്താ മറന്നുപോയത്, എന്താണെന്ന് ചോദിക്കുമ്പോ മിണ്ടുന്നില്ല. ഒരു പക്ഷേ നമുക്ക് സങ്കല്പിക്കാം, എന്തോ മറന്നു വെച്ചതാ, എന്തോ വാങ്ങാൻ വിട്ടുപോയതാ, പൈസ കൊടുക്കാൻ മറന്നതാ, അല്ലെങ്കിൽ എന്തെങ്കിലും അധികം പെട്ടതാ. അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാധാരണമായ സ്വാഭാവിക ചിന്താഗതിക്ക് ഉത്തരം നൽകാനാവാത്ത ഒന്ന് തേനു മുസ്ലിയാർ അവിടെ കാണുകയാണ്. ആളുകൾ അത്ഭുതത്തോടെ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്താ മടങ്ങി വന്നത്? ചോദ്യത്തിന് മറുപടി പറയുന്നതിനു മുമ്പേ ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. കണ്ണുനീര് ധാരധാരയായി താഴോട്ട് പതിക്കുകയാണ്. സഞ്ചിയിൽ നിന്ന് പൊതിയെടുത്തിട്ട്, ഇറച്ചിയുടെ പൊതിയെടുത്തിട്ട് തേനു മുസ്ലിയാർ തന്റെ കൈ കൊണ്ടൊന്നിങ്ങനെ അടിച്ചു. മേശപ്പുറത്തേക്ക് കുറച്ച് ചോണനുറുമ്പുകൾ ചാടി വീണു. 5 6 ഉറുമ്പുകൾ അതിൽ നിന്ന് ചാടി വീണു. വീഴാത്ത ഉറുമ്പുകളെ നുള്ളിയെടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടു. അവ മേശപ്പുറത്തുകൂടെ അരിച്ച് നടക്കുന്നത് കണ്ടപ്പോ ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ട് ഉസ്താദ് പറയുകയാണ്, കണ്ടില്ലേ ഈ ഉറുമ്പുകളാ, ഇവരിവിടന്ന് കൂടിയതാ, തേനു കണ്ടിട്ടില്ല. ഇവിടെ പൊതി വെച്ചപ്പോ ഇവ ഇവിടെന്നാ എന്റെ പൊതിയിൽ കയറിയത്, ഞാൻ അറിയാതെ കൊണ്ടുപോയതാ. അവ എന്റെ വീട്ടിലെത്തിയില്ലേ, 5 കിലോമീറ്റർ ദൂരത്ത് അവരെ കൊണ്ടുപോയപ്പോ അവർക്ക് വേദനിച്ചിട്ടുണ്ടാകൂലേ, അവർക്ക് സങ്കടമുണ്ടായിട്ടുണ്ടാവൂലേ, അവരുടെ വീട് മാറിയപ്പോ അവർ കരഞ്ഞിട്ടുണ്ടാകൂലേ, അവരെ തിരിച്ചു കൊണ്ടുവന്നാക്കാൻ വന്നതാ, അവരെ ഇവിടെ കാക്കാൻ വന്നതാ. നാളെ മഹിശറ വൻസഭയില് ജനകോടികൾ ഒരുമിച്ച് കൂടുമ്പോ റബ്ബുൽ ഇസ്സ എന്നോട് ചോദിക്കൂലേ, തേനു മുസ്ലിയാരേ എന്തിനാ ഇവിടത്തെ ഉറുമ്പുകളെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതെന്ന് എന്നോട് ചോദിച്ചാ തേനുവിന് മറുപടി ഉണ്ടാവില്ല. മുഅ്മിനെ ആലോചിക്ക്, ഒരു ഉറുമ്പിനോടുള്ള പ്രേമമാണ്, ഒരു ഉറുമ്പിനോടുള്ള സ്നേഹമാ, ഒരു ഉറുമ്പിനോടുള്ള കാരുണ്യമാ. 10 കിലോമീറ്റർ ആ മനുഷ്യനെ നടത്തിയത്. 10 കിലോമീറ്റർ ഇറച്ചി വാങ്ങാൻ അത് നമുക്ക് മാറ്റിവെക്കാം. 10 കിലോമീറ്റർ എന്തിനാ നടന്നത്? 5 അങ്ങോട്ടും 5 ഇങ്ങോട്ടും. അത് ഉറുമ്പിനാ. അള്ളാഹുവിനെ സ്നേഹിച്ചൊരടിമക്ക്, അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ഒരടിമക്ക് മറ്റൊരു ജീവജാലത്തെ ഉപദ്രവിക്കാൻ പറ്റൂല, മറ്റൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ പറ്റൂല. ഇതാണ് സ്നേഹത്തിന്റെ മാസ്മരികമായ ശക്തി. ഇങ്ങനെ ലോകത്തെ ആളുകൾ മുഴുവൻ മുഅ്മിനീങ്ങളെ എല്ലാവരും മുഹിബ്ബീങ്ങളാവുകയാണെങ്കിൽ അവര് മുഹ്സിനീങ്ങളാകും, അവര് മുത്തഖീങ്ങളാകും, അവര് മുത്തുമഇന്ന എന്നൊരു പദവിയിലെത്തും മുഅ്മിനീങ്ങളെ. അലാമതു ഹുബ്ബില്ലാഹ് ദവാമു ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവന്റെ അടയാളം അവനെപ്പോഴും മുഹിബ്ബീനെ ഓർക്കുന്നവനാ. അതുകൊണ്ടാണ് തേനു മുസ്ലിയാർ നടന്നത്. മറ്റൊരു പാഠം കൂടി ചേർത്ത് വെച്ചോ, ഇത് സമസ്തയുടെ സായുജ്യ സാരഥ്യമാണ്. അല്ലാഹു അവരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാണ്.
നിങ്ങൾ പറയൂ, അപ്പൊ അള്ളാഹുവിനെ പേടിക്കുന്നതിനോടൊക്കെ സ്നേഹിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ മനോഹരമാകൂല്ലേ മുഅ്മിനീങ്ങളെ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കൊതുകിനെ കൊല്ലാൻ വേണ്ടി ബാറ്റ് ഉപയോഗിക്കും. ക്രിക്കറ്റ് ബാറ്റ് അല്ല, ഈ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്ന ബാറ്റ്. ഞാനതിന്റെ മസാല പറയല്ല, അത് ഹറാമോ ഹലാലോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പകരം ധാർമ്മികമായി ശരിയാണോ എന്നൊന്ന് ആലോചിക്കണമെന്നല്ല, ധാർമ്മികമായി. കാരണം കരിച്ചിട്ടാണ് കൊല്ലുന്നത്. ചില ഉമ്മാർക്ക് ഈ കൊതുകിൽ പെട്ടിട്ട് ഇങ്ങനെ ടിക് ടിക് ടി എന്ന് പറഞ്ഞ് ചാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഉണ്ടോ അങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടോ? ബാറ്റ് ഇവിടെ കൊതു കുറവായത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആവശ്യം വരില്ല, ഭയങ്കര കൊതുകാകും. അപ്പൊ ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചു പോയത്. അള്ളാഹുവിനെ സ്നേഹിച്ചപ്പോഴുണ്ടായ ഒരു പദവിയാണ്. ആരിഫീങ്ങളും മൗലിയാക്കന്മാരും ഈ വിശുദ്ധ ജീവിതത്തിന്റെ അടയാളങ്ങളായിരുന്നു. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്കറിയും. കാരണം അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിയ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കഥകൾ നമ്മൾ കുറക്കുകയാണ്. വലിയ രാജാവായിരുന്നു, വലിയ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം കാട്ടിലേക്ക് പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ തന്റെ പരിചാരിക കട്ടിൽ കിടക്കുന്നത് കണ്ടു, മാർദ്ദവമുള്ള കട്ടിൽ കിടക്കുന്നത് കണ്ട് അടിച്ചു രാജാവ്. രാജാവിന്റെ കസേര കയറിയിരിക്കാൻ പാടില്ലല്ലോ, തുണി അല്ല ബെഡിൽ കയറിയിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അടിച്ചപ്പോ പെൺകുട്ടി ചിരിച്ചു, പരിചാരിക ചിരിച്ചു. അപ്പൊ ചോദിച്ചു, എന്തുട്ടി നീ ചിരിക്കണ്? അടി കിട്ടിട്ട് എന്തുട്ടി ചിരിക്കണ്? അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ആലോചിച്ചത് ദുനിയാവിലെ ഒരു സുഖ സൗകര്യത്തിൽ ഇത്തിരി നേരം ഞാനൊന്ന് കിടന്നപ്പോ നിങ്ങൾ എന്നെ, ഉടമസ്ഥനായ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു. ഓക്കെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. നാളെ പരലോകത്ത് എമ്മാതിരി അടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് ആലോചിച്ച് ചിരിച്ചതാണ് ഞാൻ. കാരണം ഉടമസ്ഥനായ തമ്പുരാന്റെ അടിമ നിങ്ങളല്ലേ, അതാലോചിച്ച് ചിരിച്ചതാ. ആ നിമിഷം സ്പാർക്കിംഗ് ഉണ്ടായി. തന്റെ കിരീടം ഇറക്കി വെച്ചു, ചെങ്കോല് മാറ്റിവെച്ചു, തന്റെ രാജകീയ സിംഹാസനത്തെ കാലുകൊണ്ട് തള്ളി നീക്കി, തന്റെ മനോഹരമായ ഉത്തരീയം വലിച്ചെറിഞ്ഞു. ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും ഒരു തോൽസഞ്ചിയുമായി ആ മഹാരാജാവ് ഇബ്രാഹിമിന് അദ്ഹം ബൽഖ എന്ന് പറയുന്ന മഹാസാമ്രാജ്യത്തെ വലിച്ചെറിഞ്ഞു പുല്ലുപോലെ. എന്നിട്ട് ദേശാടനം നടത്തി, വലിയ യാത്രക്കാരനായി. അദ്ദേഹം മഹാരഥന്മാരായ ആലിമീങ്ങളുമായി ബന്ധപ്പെട്ടു, മശായിഖന്മാരുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പരിവർത്തനമുണ്ടായി, പരിവ്രാജകനായി, മുഹിബ്ബായി അദ്ദേഹം. പിന്നെ ആത്മീയതയുടെ ആകാശത്തേക്ക് കയറിപ്പോയി ഇബ്രാഹിമിന് അദ്ഹം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ മഹാൻ ഈ യാത്രക്കിടയിൽ ഈ പേര് ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങി, വിശ്രുതമായി ലോകം മുഴുവൻ. ഒരിക്കൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തോട് ചോദിച്ചു, എവിടെന്നാ വരുന്ന, എവിടെ വീട്? അപ്പൊ ഇബ്രാഹിം റളിയല്ലാഹു പറഞ്ഞു, എന്റെ വീട് പള്ളിക്കാട്ടില. പോലീസുകാരന് ദേഷ്യം വന്നു. കേരളത്തിലെ പോലീസുകാരുമായുള്ള പോലീസുകാരനായിരിക്കും ചിലപ്പോ. വീട് എവിടെയെന്ന് വെച്ചോ പള്ളിക്കാട്ടില എന്ന് പറഞ്ഞാൽ എന്ത് ദേഷ്യം വരാതിരിക്കും? കൊടുത്തു അടി. ഒന്ന് അടി കിട്ടിയിട്ട് വീണ്ടും ചോദിച്ചു, എവിടെ വീട്? അപ്പോഴും പറഞ്ഞു പള്ളിക്കാട്ടിലെ. അടുത്ത അടി, പിന്നെ അടിയോടടി. ഇബ്രാഹിം അതിനെ പിടിച്ച് അടിച്ച് താഴെ ഇട്ടു. ദൂരെ നിന്നൊരാൾ ഓടി വന്നുകൊണ്ട് പറഞ്ഞു പോലീസുകാരനോട്, സർ, നിങ്ങൾ അടിക്കുന്ന ആളാരാണെന്നറിയുമോ? ഇതാണ് വിശ്രുതനായ അശ്ശൈഖ് ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റളിയല്ലാഹു അൻഹു. അപ്പ പോലീസുകാരന് പേടിയായി. പേര് കേട്ടപ്പോ അയാൾ ഞെട്ടി. പേര് കേട്ടപ്പോ ഞെട്ടി. പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു, മഹാത്മാവേ, മാപ്പാക്കണം, അറിയാതെ പറ്റിപ്പോയതാ, അറിയാതെ തെറ്റു വന്നതാ, മാപ്പാക്കണം. അപ്പൊ അവിടെന്ന് പറഞ്ഞ മറുപടി, നീ എന്തിന് പൊരുത്തപ്പെടിക്കണം പൊന്നുമോനെ? നീ എന്നെ അടിക്കുമ്പോ ഓരോ അടി വന്നു വീഴുമ്പോഴും ഞാൻ ദുആ ചെയ്യുകയായിരുന്നു, അല്ലാഹുവേ, ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണമേ, ഈ
ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണമേ എന്ന് ഞാൻ ദുആ ചെയ്യുകയായിരുന്നു മോനെ. അപ്പൊ പോലീസുകാരൻ ചോദിച്ചു, ഉസ്താദ് എന്താണ് ഈ പറയുന്നത്? നിങ്ങളെ ഞാൻ ഇമ്മാതിരി ഈ ജാതി അടിയൊക്കെ അടിക്കുമ്പോ ദ്വയരൊക്കെ സ്വർഗം കൊടുക്കാനോ? അതെ, ഒരടി കൊണ്ട് കിട്ടിയ കൊടുക്കല്ലാഹുവേ സ്വർഗം, അടുത്തടി കൊടുക്കല്ലാഹുവേ സ്വർഗം. സ്വർഗം സ്വർഗം മുഅ്മിനീങ്ങളെ നമ്മളെ അടിച്ചു നോക്കണം, നമ്മള് സ്വർഗം കൊടുക്കാനാ പറയാ. അപ്പൊ ചോദിച്ചു എന്താണ് അങ്ങനെ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, മോനെ നീ എന്നോട് ചോദിച്ചത് വീടെവിടെയെന്നാണ്. ഇബ്രാഹീമിന് വീടില്ല പൊന്നുമോനെ, നാടില്ല പൊന്നുമോനെ, ആകാശമാണ് എന്റെ മേൽക്കൂര, ഭൂമിയാണെന്റെ വീട്, ഖബറാണെന്റെ അന്ത്യവിശ്രമ കേന്ദ്രം. അതുകൊണ്ടാണ് പള്ളിക്കാട്ടിലാ വീടെന്ന് ഞാൻ പറഞ്ഞത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. എന്റെ വീട് മണ്ണാണ്, അവിടേക്കാണ് മടക്കം. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്. നിങ്ങളെല്ലാം ആദമിൽ നിന്ന, ആദമോ മണ്ണിൽ നിന്ന. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യാണ്, എന്നിട്ടും നീ എന്നെ അടിച്ചു. സത്യം പറഞ്ഞതിനെ നീ എന്നെ അടിച്ചു. മുഅ്മിനീങ്ങളെ, ചെറിയ വീടുള്ള ആരും വിഷമിക്കണ്ട, അള്ളാഹു ഖൈറാക്കി തരുമാറാകട്ടെ. വീട് പണി നടക്കുന്നുണ്ട്, ദ്വയരക്കാൻ പറഞ്ഞ ആളുകളുണ്ട്, അള്ളാഹു ആ വീട് പണി എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ദുആ ചെയ്യുക, അള്ളാഹു എല്ലാവർക്കും നിയമത്ത് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ അസൂയപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യണ്ട. നമുക്ക് അള്ളാഹു പരിമിതമായ സൗകര്യങ്ങൾ തന്നെങ്കിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമുക്കും മനോഹരമായ സുപ്രഭാതങ്ങൾ സമ്മാനിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഞാൻ സത്യമാ പറഞ്ഞ്, നീ എന്നെ അടിച്ചു, ഞാൻ ക്ഷമിച്ചു. ഒരടി കിട്ടുമ്പോൾ ക്ഷമിച്ചു. അപ്പൊ അതിന് പകരമായി അള്ളാഹു എനിക്ക് സ്വർഗം തരും. നോട്ട് ദ പോയിന്റ്. പായസത്തിനിടക്ക് പോകണ്ട. അള്ളാഹു എനിക്ക് സ്വർഗം തരും, ഞാൻ ക്ഷമിച്ചതിന്. നിരപരാധിയായ എന്നെയാണ് നീ അടിച്ചത്, നുണ പറഞ്ഞതിനല്ല അടിച്ചത്. അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടാൻ കാരണക്കാരൻ നീയാണ്. മുഅ്മിനീങ്ങൾ, അവരുടെയൊക്കെ ഒരു ചിന്താഗതി എന്താ, അവരുടെ കോൺസെപ്റ്റ് എന്താണ്? എനിക്ക് സ്വർഗം കിട്ടിയല്ലേ കാരണം, അടിച്ചപ്പോ ക്ഷമിച്ചപ്പോ സ്വർഗം കിട്ടി. പക്ഷേ എന്നെ നിരപരാധിയെ അടിച്ചു എന്ന നിലക്ക് അള്ളാഹു നിനക്ക് നരകമാണ് തരിക മോനെ. പക്ഷെ എനിക്ക് സ്വർഗം കിട്ടാൻ കാരണക്കാരനായ നീ, ഞാൻ സ്വർഗത്തിൽ കിടക്കുമ്പോ നരകത്തിൽ പോകരുത്. അതുകൊണ്ടാണ് ഓരോ അടി അടിക്കുമ്പോഴും സ്വർഗം കൊടുക്കുനാഥാ എന്ന് ഞാൻ ദുആ ചെയ്തതെന്ന് വിശ്രുതനായ സൂഫി വര്യൻ ഇബ്രാഹിം ഇബ്നു അദ്ഖം എന്ന ഖവാജ. അല്ലാഹുവിനെ സ്നേഹിച്ചൊരടിമയ്ക്ക് അങ്ങനെയല്ലാതെ പറയാൻ കഴിയില്ല. ആലോചിക്കൂ, ലോകത്ത് മുഴുവൻ മുഅ്മിനീങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ പിന്നെ പകയുണ്ടോ, അസൂയയുണ്ടോ, വിദ്വേഷമുണ്ടോ, ഗീബത്തുണ്ടോ, നമീമത്തുണ്ടോ, ഹഖെടുക്കുമോ? അതാണ് ആരിഫീങ്ങളുടെ ലോകത്ത് അങ്ങനെ ഒരു തർക്കങ്ങളെ ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഒരാളുടെ മേലെ അങ്ങനെ കുതിര കയറാൻ നിൽക്കില്ല. അങ്ങനെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ ശരിയായ റൂട്ടിലല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. അതാണ് മനസ്സിലാക്കാൻ ഇക്കാര്യത്തിൽ കിതാബൊന്നും തിരിയേണ്ടതില്ല സാധാരണക്കാർക്ക്. നന്മയുടെ മാർഗങ്ങളെ ആരൊക്കെ എതിർക്കുകയും കുറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ടോ അവരൊന്നും സത്യത്തിന്റെ പാതയിലായിരിക്കില്ല. അള്ളാഹു നമ്മളെ നേരായ മാർഗത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഇത് അള്ളാഹുവിനെ സ്നേഹിച്ച ഒരാൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹുവിനോട് ഇങ്ങനെ അടുത്താൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചതാ, നിർണായകമായ പ്രതിസന്ധി വേളയിൽ അള്ളാഹു നമ്മോട് കൂടെയുണ്ടാകും. മുഅ്മിനീങ്ങളെ, സഅദ് ഇബ്നു അബീ വഖാസ്
റളിയല്ലാഹു അൻഹു മദായിനിലേക്ക് പട നയിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ, സുറാഖ് ഇബ്നു മാലിക്കിന്റെ ആ വള കിട്ടിയ നാടില്ലേ കിസ്റ, അങ്ങോട്ട് പോകാൻ പടയുമായി ചെന്ന് നിൽക്കുകയാണ് സഅദ് ഇബ്നു അബീ വഖാസ്. മുമ്പിൽ മദായിൻ പുഴയാണ്, അതിശക്തമായ ഒഴുക്കാണ്, വിരൽ വച്ചാൽ അറ്റുപോകുന്ന കുതിച്ചു പായുന്ന ജലപാതമാണ്. കുതിരയിറക്കാൻ കഴിയില്ല, കപ്പലില്ല, വഞ്ചിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ നിന്നു. എന്നിട്ട് അവർ ചോദിച്ചു, ചീഫ് കമാൻഡർ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ സഹാബത്തിനോട് ചോദിച്ചു, ഈ പുഴ ആരുടെ പുഴയാ? അവരെല്ലാരും പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ പുഴയാണ്. നമ്മളോടാ ചോദിച്ചാ പറയും ഇത് കാവേരി തമിഴ്നാടിന്റെയാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഏതാണ് നമ്മൾ പറയും. പക്ഷെ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് അള്ളാഹിന്റെ പുഴയാ. ആണോ? അതെ. ആരാ നമ്മളെ ഇങ്ങോട്ട് നിയോഗിച്ചത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആണോ? അതെ. എന്തിനാ നമ്മൾ വന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്. ആണോ? അതെ. ഉറപ്പാണോ നിങ്ങൾക്ക്? അതെ. ചോദിക്കുകയാണ്, ഒരു നേതാവ് ചോദ്യം ചോദിക്കുക. ഉടനെ കുതിരപ്പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് സഹാബത്ത്. എന്തു ചെയ്യണം അങ്ങോട്ട് കടക്കാനെന്നറിയാതെ. മറുവശത്ത് കിസ്റ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പടയാളിക്കാവൽ നിൽക്കുന്നുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പുഴ അല്ലാഹുവിന്റെ പുഴയാണെങ്കിൽ, ഈ പുഴ അല്ലാഹുവിന്റെ പുഴയാണെങ്കിൽ നമ്മെ അയച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ടാം ഉത്തരാധികാരി ഉമറുൽ ഫാറൂഖ് തങ്ങളാണെങ്കിൽ, നമ്മൾ പോകുന്നത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാണെങ്കിൽ, എല്ലാം അല്ലാഹുവിനാണെങ്കിൽ, എല്ലാം ലില്ലാഹിയാണെങ്കിൽ, എല്ലാം മിനല്ലാഹിയാണെങ്കിൽ, എല്ലാം ഇലല്ലാഹിയാണെങ്കിൽ, സഹാബാ കുതിരപ്പുറത്തേക്ക് കയറി എല്ലാവരും. ചീഫ് കമാൻഡർ പറഞ്ഞു, കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു എല്ലാവരും. ചൊല്ല്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഇതങ്ങ് ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹ്. കുതിരയെ ഓടിക്കുകയാണ് വെള്ളത്തിന്റെ മുകളിലേക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് അവരുടെ കുതിര അങ്ങ് ചലിച്ചാടി വെള്ളത്തിന്റെ മുകളില് ചവിട്ടി അങ്ങോട്ട് മറുകരയിലേക്ക് കുതിച്ചു പായുകയാണ്. താഴ്ന്നു പോകുന്നില്ല, ഊളിയിട്ടിട്ടല്ല, ചിറക് വെച്ചിട്ടല്ല, ഒരു കനത്ത പ്രതലത്തിൽ ചവിട്ടുന്നത് പോലെ നേതാവിന്റെ കുതിര മിന്നൽ പിണർ പോലെ അങ്ങോട്ട് നീങ്ങുന്നത് കണ്ടപ്പോ സഹാബത്ത് വിളിച്ചു പറഞ്ഞു, ബിസ്മില്ലാ, അല്ലാഹുവേ നീയാണ് ശക്തി നൽകുന്നവൻ, നിന്നിൽ ഞങ്ങൾ അഭയം തേടുകയാ നാദാ. നൂറുകണക്കിന് കുതിരകള് കിസ്റ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് മിന്നൽ പിണർ പോലെ കുതിച്ചോടിപ്പോയില്ലേ. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ സഹായമാ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ കഥ പറയുന്നത് എന്താ? പായക്കപ്പലേറാതെ, വഞ്ചി കയറാതെ, ഷിപ്പ് കയറാതെ കടലിന്റെ ഓളങ്ങൾക്ക് മുകളിലൂടെ ചവിട്ടി നടന്നു വന്നതല്ലേ ഈ ഭൂമിയുടെ പൂർവഗാമികളായ, പൂർവസൂരികളായ, ആത്മീയതയുടെ ആകാശം തൊട്ട മഹാന്മാർ. കൊയിലാണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അഹമ്മദ് ഈസ എന്ന് പറയുന്ന മഹാൻ. യമനിലെ തമീമിൽ നിന്ന്
തരീമിൽ നിന്ന് മുസല്ലയില അതേ കോഴിക്കോട്ടെ കൊയിലാണ്ടി കടപ്പുറത്ത് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിസ്കരിക്കുന്ന മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഒരാളിതാ വെള്ളത്തിന്റെ മുകളിലൂടെ വരികയാ. എവിടെന്നാ? അങ്ങ് ദൂരെ അറ്റ്ലാന്റിക് ഓഷ്യൻ കടന്നിട്ടാ, അറബിക്കടൽ കടന്നിട്ടാ, ചെങ്കടൽ കടന്നിട്ടാ, യമനിലെ തരീമിൽ നിന്ന്. മാഷാ അല്ലാഹ്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് യുവാക്കളെ, മുഅ്മിനീങ്ങളെ. എന്തുകൊണ്ട്? അള്ളാഹുവിനെ സ്നേഹിച്ചൊരു മഹാന് അള്ളാഹു കൈവിടിയില്ല എന്നതുകൊണ്ടാണ്. നമ്മൾ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ യാസീൻ മുഴുവൻ ഓതി, ബിസ്മി മാത്രല്ല, യാസീൻ മുഴുവൻ ഓതിയിട്ട് ഈ ജട്ടി പോയി നിന്നിട്ട് കത്തം തീർക്കി. ഞാൻ ആദ്യം കത്തം തീർക്കാൻ മറ്റന്നാ പോണതല്ലേ, പിന്നാലെ വശീർക്കുന്നിട്ട് ഒരു ചാടി കടലിലേക്ക്. മോമിനികളെ 3 ദിവസം കഴിഞ്ഞാൽ തവള ചത്തതുമാതിരി അല്ലേ പിന്നെ കാണാൻ പറ്റുള്ളൂ. യാസീൻ മുഴുവൻ ഓതി ചാടിയാലും എന്താ കാരണം? നമ്മൾ ദ്വാരുന്നത് ഈ അള്ളഹാനോടാണ്, നമ്മൾ വിശ്വസിക്കുന്നത് ഈ നബിയോടാണ്, നമ്മൾ ഓതിയതും ഖുർആനാണ്, നമ്മൾ ചൊല്ലിയതും ബിസ്മിയ. അവർ വിശ്വസിക്കുന്നത് ഈ അള്ളാഹുവിന് നബി തന്നെയാണ്, അവര് പറഞ്ഞതും തന്നെയാണ്. അവരും നാവോണ്ടാന്ന് പറഞ്ഞു, നമ്മളും നാവോണ്ടാ പറഞ്ഞത്. പിന്നെ എന്താണ് വ്യത്യാസം? ഡിഫറൻസ് എന്താണ്? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇന്നത്തെ സമാപനത്തിൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചോദ്യം കിടന്ന് കിടുങ്ങട്ടെ. എന്താ അവരും തമ്മിലുള്ള വ്യത്യാസം? അവരും നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ ഒരേ പരി തന്നെ. പിന്നെന്താ കുഴപ്പം? അവരല്ലാഹുവിനോട് മഹബത്ത് വെച്ചവരായിരുന്നു. പേടിക്കുന്നതിനോട് കൂടെ നമ്മൾ അല്ലാഹുവിനോട് മഹബത്ത് ഇത്തിരി കുറവാണെങ്കിലും പേടി കൂടുതലാണ്. ഏത് പേടി? ശരിയായ പേടിയാണെങ്കിൽ എന്തായാലും നിസ്കരിക്കേണ്ടതാണ്. പള്ളിയിൽ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ടുള്ള പേടിയാ. അതുകൊണ്ടാണ് ആളുകൾ പള്ളിക്ക് തന്നെ വരാത്തത്. അള്ളാഹുവിന്റെ പാശത്തെ അള്ളാഹുവിന്റെ കയ്യിൽ നമ്മൾ പിടിക്കുന്നൊരവസ്ഥ ഉണ്ടാകണം. കൈ ഇങ്ങനെയുള്ള കയ്യാന്ന് സങ്കല്പിക്കണ്ട. അതായത് യദുല്ലാഹിയുടെ ഭാഗമായി മാറാൻ, അവന്റെ സഹായത്തിന്റെ തണലിലായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു വിളിച്ച വിളി കേൾക്കും മോമിനീങ്ങളെ, അങ്ങനെ അടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് അടുത്ത മഹാന്മാരോട് നമ്മൾ അവലാതി പറയുന്നത്. കാരണം അവർ പറഞ്ഞ അള്ളാഹു തട്ടൂല. ഇവിടെ ചിലർ പറയണില്ലേ, അങ്ങനെ വേണ്ട, നിങ്ങൾ നേരിട്ട് അള്ളാഹിനോട് വിളിച്ചോളി. എന്നിട്ട് എന്താ നമുക്ക് ഉത്തരം കിട്ടാത്തത്? അതുകൊണ്ടാണ് മഹാന്മാരോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അവര് പറഞ്ഞ അള്ളാഹു തട്ടൂല. ഇതൊരു ലോജിക്ക്, ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ലോജിക്കല്ലേ. ഇതിലെന്താ ബുദ്ധിമുട്ടുള്ളത്? അതുകൊണ്ടാണ് അള്ളാഹു അവരുടെ സഹായ വിളി കേട്ടത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ ഞാൻ പറഞ്ഞു, ദിക്റിന്റെ ഒരവസ്ഥയിൽ നിങ്ങളായിരുന്നാൽ രഹസ്യം പോലും കാണാൻ കഴിയുന്ന മഹത്വത്തിൽ എത്തിച്ചേരുന്നു. ഈ ദിക്ർ എന്ന് പറയുന്നത് പവറുള്ള ഒന്നാണ്. അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു ലവ് ലെറ്ററാണ് ദിക്ർ, സലാത്ത് എന്നൊക്കെ പറയുന്നത്. മദ്ഹ് എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിനോട് എത്തിച്ചേരാനുള്ള വാട്സപ്പ് മെസ്സേജാണ്. ദുനിയാവിലെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരെ, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരെ, ട്വിറ്റർ ഉപയോഗിക്കുന്നവരെ, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരെ, ആത്മീയതയുടെ ട്വിറ്റർ ഉപയോഗിക്കാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അള്ളാഹുവിന് ഒരു മെസ്സേജ് അയക്കാൻ, ദിക്റിന്റെ മെസ്സേജ്, മദ്ഹിന്റെ മെസ്സേജ്. അതുകൊണ്ട് ഇരിക്കാൻ കഴിയണം നമുക്ക് അത്തരം മദ്ഹുകളിന്റെ വേദിയിൽ. അതുകൊണ്ട് സലാം പറഞ്ഞ ഇനി പിരിഞ്ഞു പോകരുത്. പോകുന്നവർക്കും അവലാതി കുറയല്ലേ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുറയല്ലേ. ദുആരക്കുമ്പോ ഏതെങ്കിലും ഒരാളുടെ ആമീൻ അള്ളാഹു കബൂൽ ചെയ്താലോ മുഅ്മിനീങ്ങളെ. 40 ആളുകൾ കൂടി ഒരു സദസ്സിൽ മുസ്തജാബു ദഅവ ആയ ഒരാളുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം കിട്ടുന്ന ഒരാളുണ്ടാവും 40 ആളുടെ സദസ്സില്. ഇതിൽ 40 ആണോ 400 ആണോ അതിലേറെ ആൾക്കാരില്ലേ? അപ്പൊ ഉത്തരം കിട്ടുന്ന ഒരു 5 ആളെങ്കിലും ഉള്ള ഒരു സദസ്സാണ്, അല്ലെങ്കിൽ ഒരു 10 ആളെങ്കിലും ഉള്ള സദസ്സാണ്. അവര് നമുക്ക് ആരാന്ന് പറയാൻ പറ്റൂല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് മഹാനായ ബരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ ഒരാളോട് ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. അത് പറഞ്ഞു, ആദ്യത്തെ ദിവസം പറഞ്ഞ ഇല്ല. നമ്മൾ അവരെ പറയാൻ വേണ്ടിയിട്ട് പറയാറില്ല, വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക. കാരണം ഉദാഹരിക്കാൻ വേറെ കേരളത്തിൽ നമ്മുടെ ആളല്ലാതെ വേറെ ആളില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, എന്നാൽ ഞാൻ അവരെ ഉദാഹരിക്കാം. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞ് ദുആരക്കാൻ പറഞ്ഞു വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ, ഖുതുബുസ്സമാൻ. ദുആരക്കാൻ ആര്? മലബാറിലെ 40 പണ്ഡിതന്മാരോടല്ല പറഞ്ഞത്,
അവിടെ വേറൊരാൾ ഇരിക്കുന്നുണ്ട്, പുതിയ അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ. അത് അവരുടെ കൈകൊണ്ട് മുസ്ലിമായ മനുഷ്യനാണ്. എന്താണ് അയാളുടെ ജോലി? കോഴിക്കോട്ടെ മിഠായി തെരുവിൽ വെറ്റില കച്ചവടം ചെയ്യുന്ന ആളാ. മുഅ്മിനീങ്ങളെ, ദുആരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഈ തങ്ങളുപ്പാപ്പ പറയുകയാണ്, ഇന്നലെ അസർ നമസ്കാരം ദൂരെ പാലസ്തീനിലെ മസ്ജിദുൽ അഖ്സ അവിടെ നിസ്കരിച്ച ആളാ. ഇന്നലെ മഗ്രിബ് നമസ്കാരം മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ച ആളാ. ഇന്നലെ ഇശാ നമസ്കാരം അൽ മക്കത്തുൽ മുകറമയിലെ മസ്ജിദുൽ ഹറമിൽ നിസ്കരിച്ച ആളാ. അയാൾ ദുആ ചെയ്യട്ടെ. മുഅ്മിനേ, ആ പുതിയ അഹമ്മദ് വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, തങ്ങളുപ്പാപ്പാ, ഞാനല്ലല്ലോ പോയത്, നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്, നിങ്ങളല്ലേ എന്നെ കൊണ്ടുപോയത്. തങ്ങളെ, തന്റെ ആത്മീയ നേതാവിന്റെ പവറാ, തന്റെ ശൈഖിന്റെ പവറാ. അതാണ് ഇന്നലെ മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മീയ നേതാക്കന്മാരെ തള്ളിക്കളയല്ല തലമുറകളെ. അതെ, ഒന്നാലോചിക്ക്. ലോക മേപ്പെടുത്തിട്ട്, വേൾഡ് മേപ്പെടുത്ത് നിങ്ങൾ പരിശോധിക്ക്. പലസ്തീനിൽ നിന്ന് സൗദി അറേബ്യയിലെ മദീനയിലേക്ക് കരമാർഗം ദൂരെ എത്രയാ? അന്ന് കോഴിക്കോട് എയർപോർട്ടില്ല. 80കളുടെ ആദ്യത്തിലാണ് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് ഉണ്ടാകുന്നത്, കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടാകുന്നത്. ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോ 90കളിലാണെന്നാണ് എന്റെ ഓർമ്മ. അതിന്റെ മുമ്പ് ഒരു നേവൽ ബേസ് ഉണ്ടായിരിക്കാം. അതല്ലാതെ കേരളത്തിൽ എയർപോർട്ട് ഇല്ല. അപ്പൊ വിമാനത്തിലാണ് പോയതെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ പോയാലും എത്തൂല. മുഅ്മിനീങ്ങളെ, ഇത് 85 കൊല്ലം മുമ്പാ, 90 കൊല്ലം മുമ്പാ. ഇത് 90 കൊല്ലം മുമ്പാ. അന്ന് പാലസ്തീനിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് വിമാനമില്ല. തീർന്നില്ല. അസർ നിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയില് മഗ്രിബ് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫില് അവിടുന്ന് 450 കിലോമീറ്ററാ മക്ക മുക്കറമയിലേക്ക്. ഇന്നൊരു കാറിൽ സഞ്ചരിച്ച 4 മണിക്കൂറെങ്കിലും എടുക്കും. ഹജ്ജാജിമാര് ബസ്സിൽ സഞ്ചരിക്കുമ്പോ 7 മണിക്കൂറെങ്കിലും എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വിമാനമില്ലാതെ കാറിലല്ല യാത്ര ചെയ്തത്. ഒരു കാരണവശാലും ഇശാ മഗ്രിബിന്റെ ഉള്ളില് മദീനയിൽ നിന്ന് മക്കത്തെത്താൻ സാധ്യമല്ല. ഇശാ നമസ്കാരം മക്കത്തെ ഹറമില് പിറ്റേന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട്ട് സമസ്തയുടെ യോഗത്തിൽ തിരിച്ചെത്തി. ആരാ? ഇതാ 1001 രാവുകളിലെ അറബിക്കഥയല്ല. ബഷീർ ഫൈസി ദ്വീപിൽ വന്ന് നിങ്ങളോട് കട്ടിയടിക്കുകയല്ല. ഇത് കണ്ടവരുണ്ട്, അനുഭവസ്ഥരുണ്ട്, പിന്നീട് ഉദ്ധരിക്കപ്പെട്ടതാ. മുഅ്മിനീങ്ങളെ, അവരാ ഈ മഹാപണ്ഡിത പ്രസ്ഥാനത്തിന്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന, തഖ്വയുടെ പേരിൽ അസ്തിത്വാരമിട്ട മുഅസ്സിസാരാന്നറിയോ? ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷൻ ബഅലവി ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പിറ്റേന്ന് ഇവിടെ വന്നിരിക്കുക ദ്വയരക്കാർ. എന്തുകൊണ്ടാവും നിങ്ങൾ അത് കഴിഞ്ഞത്? അവർക്ക് അള്ളാഹുവിനോട് അടുത്തത് കൊണ്ടാ. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹു നാളിറുനാ വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി റിശി إلى ملكوت رب العالمين
ആറുഫീങ്ങൾക്ക് ചില നയനങ്ങളുണ്ട്. അവര് നമ്മൾ കാണാത്തത് പലതും കാണും. അവർക്ക് ആലമിൽ മലക്കൂത്തിലേക്ക് പറന്നു പോകാൻ ചിറകുകളുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹു അവരെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് മുഹിബ്ബാകാനുള്ള ശ്രമം നടത്തണം. മക്കാ ഹറം ശരീഫില് അല്ലാഹു നമ്മുടെ വിളി കേൾക്കുമെന്ന് പറയാൻ വേണ്ടി പറയാ. മക്കാ ഹറം ശരീഫിൽ തവാഫ് നടക്കുകയാണ് മുഅ്മിനീങ്ങള്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഒരു മനുഷ്യനതാ തവാഫ് ചെയ്യുമ്പോ പറയുന്നത് യാ അല്ലാഹ് യാ കരീം യാ കരീം യാ കരീം. ഇത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വേറൊന്നും ചെല്ലാൻ അറിയില്ല, അറബി അറിയില്ല. യഥാർത്ഥത്തിൽ തവാഫിൽ നിർബന്ധമായി ചെല്ലാൻ ഒന്നുമില്ല. നിങ്ങൾക്കറിയാലോ, നിർബന്ധമായി ചെല്ലാൻ ഒന്നുമില്ല. സുന്നത്തായ ചില ദിക്റുകളുണ്ട്. ഇനി ഒരാൾ ഒന്നും ചെല്ലാതെ തവാഫ് ചെയ്താലും തവാഫ് സ്വീകാര്യമാണ്. അള്ളാഹു മക്കത്ത് ചെല്ലാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ യാ കരീം യാ കരീം യാ കരീം തന്നെ പറഞ്ഞു. അപ്പൊ ഒരാൾ പിന്നിൽ നിന്ന് ആമീൻ യാ കരീം ആമീൻ യാ കരീം ആമീൻ ഇങ്ങനെ പറയും. അപ്പൊ യാ കരീം എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലായി ഇത് നമ്മക്കിട്ട് വെക്കുകയാണ്, കളിയാക്കുകയാണ് എന്ന് മനസ്സിലായി. കാരണം ഇയാൾ യാ കരീം പറഞ്ഞാൽ പിന്നിലത്തെ ആൾ ആമീൻ പറയാം. തവാഫ് ചെയ്തിട്ട് ഈ മനുഷ്യൻ കണ്ട് ചൂടായിട്ട് ആമീൻ പറഞ്ഞ ആളോട് ഇടോ നിനക്കറിയില്ല ഇത് അള്ളാഹുവിന്റെ കഅബ ശരീഫിന്റെ മുറ്റത്താ, ഇവിടെ വെച്ചാണോ നീ എന്നെ പരിഹസിക്കുന്നത്? അള്ളാഹുവിന്റെ കഅബയുടെ മുന്നിൽ നിന്നാണോ നീ എന്നെ കളിയാക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ ഈ യാത്രയിൽ ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ പരാതി പറയും നിന്നെ കുറിച്ച്. അയാൾ ഒരു പുതിസ്ലാമിയാണ് മോമിനെ. ഹബീബായ പ്രവാചകനെ കാണാൻ കൂടി വന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിനെ അയാൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ ആമീൻ പറഞ്ഞ ആള് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് നീ എന്തിനാ പരാതി പറയണത്? നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ? പൊന്നുമോനെ, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, ഞാൻ നിന്നെ പരിഹസിച്ചതല്ല. നീ അക്കരീ എന്ന് പറയുമ്പോ 7 ആകാശലോകങ്ങളിലും മലക്കുകൾ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് മോനെ. പിന്നെ നീ പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിനോട് പരാതി പറയുമെന്ന്? എന്നാൽ അറിഞ്ഞോ, അന ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ, ഞാനാണ് റസൂൽ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലായിരുന്നു ആമീൻ പറഞ്ഞ ആ ആള്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. പുണ്യ നബിയാണ് ആമീൻ പറഞ്ഞത്. അർശിന്റെ മുകളിൽ പോയി മുട്ടുന്നുണ്ട് മോനെ. നിന്റെ ആ യാ കരീം എന്ന വിളി അർശിൽ പോയി മുട്ടുന്നുണ്ട്. മഹബ്ബത്തിന്റെ പവറാണ്, സ്നേഹത്തിന്റെ പവറാണ്, പ്രണയത്തിന്റെ പവറാണ്, ഇഷ്കിന്റെ പവറാണ്. ചെറുപ്പക്കാരെ, ഇനി നിങ്ങൾ പറ, ഇനി നമ്മൾ ആലോചിക്ക്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടണോ? അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടവരെ സ്നേഹിച്ചുകൂടെ? ആ മാർഗത്തിലുള്ളവരോട് ബന്ധമുണ്ടാക്കിക്കൂടെ? പടച്ചവൻ അതിന് സഹായം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദിക്റിലൂടെ അടുക്കാൻ ശ്രമിക്ക്, ചിന്തകളിലൂടെ അടുക്കാൻ ശ്രമിക്ക്, മദ്ഹിന്റെ മജ്ലിസിലൂടെ അടുക്കാൻ ശ്രമിക്ക്. വേറെ ഒരു ഉപാധിയില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. എന്താണ് ദിക്റിന്റെ പവർ എന്ന് പറയാൻ വേണ്ടി പറയാം. 3 ദിക്ർ നമ്മൾ പറഞ്ഞു. ഒന്ന് യാ കരീം,
ഒന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വസ്മിൽ. ഇവിടെ ബഷീർക്ക വന്ന് ഒരു വ്യത്യാസം കണ്ട് പറഞ്ഞു ഹദ്ദാദ് ഇവിടെ ഇല്ല. എന്താന്ന് എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. കേരളത്തിലെ എല്ലാ പള്ളിയിലും അത് വ്യാപകമായിട്ടുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കാണാപ്പാടം ചെറുപ്പക്കാരോട് പറയാട്ടോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ചെറുപ്പക്കാർ മാത്രം ഒന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ അതറിയാം. ഒന്ന് പറയുമ്പോ നിങ്ങളെ എന്താണ് മാണിക്യക്കല്ലുകളെ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊക്കെ നിസ്സാര വാക്കുകളല്ല. എന്തെങ്കിലും നമ്മളൊരു കാര്യം ജീവിതത്തിൽ പഠിക്കാൻ ഞാൻ 3 പറഞ്ഞു. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ മൗജൂദ്, ഒന്ന് ഇത് നോക്കൂ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യകാലത്തെ പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോൾ ജിന്നുകൾക്ക് വേണ്ടി ദഅവത്തെടുക്കാൻ വേണ്ടി പോവുക ജിന്നുകളോട്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒപ്പം കൂടി. അദ്ദേഹം അന്ന് ചെറുപ്പം പ്രായ. ഞാനുണ്ട് നബി, എനിക്കും കൂടെ പോരണം. പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ നീ പോരണ്ട, ജിന്നുകളുടെ അടുത്തേക്കാ. അപ്പൊ വാശി പിടിച്ചു, ഞാൻ പോരും എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദൂരമെത്തിയപ്പോ ഒരു ഭാഗത്തെത്തിയപ്പോ രാത്രിയാണ്. അള്ളാഹുവിന്റെ ഹബീബി കുട്ടിയോട് പറഞ്ഞു, മോൻ ഇവിടെ നിന്നാ മതി, എനിക്ക് പേടിയാവും, ഇവിടെ ഒറ്റക്ക് നിന്നാ പേടിയാവൂലേ? നീ പേടിക്കണ്ട മുത്തേ, നിന്റെ ചുറ്റും ഞാനിതാ ഒരു റൗണ്ട് വരക്കുന്നുണ്ട്, ഒരു വൃത്തം വരക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നീ ആ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരരുത്, അവിടെ തന്നെ നിന്നാ മതി. ഇതാണ് മഹാന്മാർക്ക് അങ്ങനെ ചില കഴിവുണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ കണ്ടു. ഇവിടെ ഈ കുത്താറാത്തീവില്ലേ, കുത്താറാത്തീവ് ആന്ന് പറയും മാണിക്കല്ലുകളെ. ഞങ്ങളെന്തെങ്കിലും മുണ്ടാണ്ടിരിക്കണം എന്തിനാ? അത് ഞാൻ കണ്ടു വീഡിയോ. അപ്പൊ അതിൽ ഇവിടെ കുത്തിയവരൊക്കെ ഉണ്ട്. കുത്തിക്കഴിഞ്ഞ് തങ്ങൾ വന്നിട്ട് ഇത് വലിക്കണു, ഇങ്ങനെ തടവണു, അപ്പൊ ചോരല്ലാതെ ആകും. ഇതൊന്നും പ്രൊഫസർ മുതുകാടിന്റെ ഇന്ദ്രജാലമല്ല. കുറച്ചു കാലം കഴിഞ്ഞ കുട്ടികൾ പറയും ഇതൊക്കെ നമ്മുടെ മുതുകാടും കാണിക്കുന്നു. മുതുകാട് കാണിച്ച ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇന്ദ്രജാലത്തിന്റെ രഹസ്യം അറിയണമെങ്കിൽ എന്താ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അതിന്റെ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും ഓരോ കാട്ടിക്കൂട്ടലിന്റെ രഹസ്യം. ഒക്കെ വെറും തല്ലിപ്പൊളി പരിപാടിയാണെന്നർത്ഥം. ഇതല്ല. അതിന് സുലൂക്കിന്റെ വഴിയിലെ മഹാരഥന്മാർക്ക് കഴിയുള്ളൂ. അള്ളാഹു ഈ നേതൃത്വത്തിന് ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ പോയി ഈ റൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് പറഞ്ഞു. ഇതേ സംഭവം എന്റെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ പുറത്തു പോയിട്ട് പുണ്യനബി ജിന്നുകളുടെ അടുത്തേക്ക് എത്തിയപ്പോ ഈ കാഫിർ ജിന്നുകൾ അവിടുന്ന് ഓടിപ്പോന്നു. അങ്ങനെയാണല്ലോ, വെളിച്ചം കത്തിച്ചാൽ ഇരുട്ട് പോകുന്നതാണ്. അങ്ങനെ തന്നെയല്ലേ? നല്ല സദസ് തുടങ്ങിയ ചില ആൾക്കാർ പോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നല്ല സ്ഥലത്ത് ചീത്ത ആൾക്കാരുണ്ടാവില്ല, നല്ല സ്ഥാപനത്തിൽ ചീത്ത ആൾക്കാരുണ്ടാവില്ല, നല്ല സംഘടനയിലും ചീത്ത ആൾക്കാർ ഉണ്ടാവില്ല. അത് കാലത്തിന്റെ ഒരു ചാക്രികത അങ്ങനെയാണ്. അപ്പം അതങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പൊ കാഫിർ ജിന്നുകൾ ഇങ്ങനെ ഓടി. അവര് തിരിച്ചു വരുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിൽക്കുന്ന സ്ഥലത്തു കൂടെയാണ്. അവരൊരു കുട്ടി ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്നത് കണ്ടപ്പോ പേടിപ്പെടുത്താൻ നോക്കി. ജിന്നുകൾക്ക് അതിനൊക്കെയുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. ജിന്നുകളെ ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്, ജിന്നുകൾക്ക് അങ്ങനെ കഴിയില്ലെന്ന് പറഞ്ഞവരുണ്ട്. അവസാനം ജിന്നിൽ കിടന്ന് പിളർന്നു പോയി പല ആളുകളും. അല്ലേ? ഞാൻ വിവാദത്തിലേക്ക് പോകുന്നില്ല. അപ്പോ അവര് നാക്ക് നീട്ടി, ദ്രംഷ്ട നീട്ടി, ചുണ്ടും പല്ലൊക്കെ കാണിച്ച് പേടിപ്പിക്കാൻ തുടങ്ങിയപ്പോ കുട്ടി കരയാൻ തുടങ്ങി. പടച്ചോരെ അടങ്ങറായില്ലേ? ജിന്നുകളുള്ള സത്യം. ഈ പള്ളിയിലൊക്കെ ചിലപ്പോൾ ജിന്നുണ്ടാവും. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഒരു സത്യമല്ല. ഇവിടെ കണ്ട ആൾക്കാരോ ഉസ്താദുമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ജിന്നിനെ കാണാൻ വേണ്ടി നേർച്ചയൊക്കെ ഒന്നും വേണ്ട, അത്ര വലിയ സംഭവമൊന്നുമല്ല. അവർക്ക് നമ്മളെയും പേടിയാണ്, നമുക്ക് അവരെ പേടിയുള്ളവരെ അവർക്ക് നമ്മളെയും പേടിയാണ്. മുഅ്മിനീങ്ങളെ, അവരിനെ പിടിക്കാൻ, ഈ കുട്ടിയെ പിടിക്കാൻ അവർ കൈനീട്ടി. അതിലെ ഇഫ്രീത്ത് എന്ന് പറയുന്നൊരു ജിന്ന് ഈ വൃത്തം വരച്ചതറിയാതെ മുന്നിലേക്ക് ചാടിയപ്പോ
വൃത്തത്തിന്റെ പരിധിയിലെത്തിയപ്പോ കത്തിച്ചമ്പലായി പോയി. സച്ചിൻ സിക്സർ അടിച്ചതുപോലെ പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. അങ്ങോട്ട് തെറിച്ചു. സച്ചിനൊന്നും അങ്ങനെ സിക്സർ അടിക്കാൻ കഴിയില്ല, അത് യുവരാജ് സിംഗ് അടിക്കണം. അതേപോലെ തെറിച്ചു വീടും. അതൊക്കെ മാർക്കറ്റ് ചെയ്താണ്. അങ്ങനെ നോക്കൂ, ബാക്കി ജിന്നുകളൊക്കെ പേടിച്ചോടി. ഈ കുട്ടി ഇങ്ങനെ പനങ്കൊല വറക്കണമാതിരി നിന്ന് വറക്കുക. പുലരാനായപ്പോ അല്ലാഹുവിന്റെ റസൂല് വരുമ്പോ കുട്ടി പേടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഹബീബായ നബി പറഞ്ഞു, മോനെ സംഭവിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ നീ ആ വൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കാഞ്ഞത് കൊണ്ട് അതാണ് ഭാഗ്യം. ആ വൃത്തത്തിൽ നീ നിൽക്കുന്ന കാലത്തോളം മനുഷ്യവർഗത്തിൽ നിന്നൊരാൾ വന്നിട്ട് മുഹമ്മദ് വരച്ച വരയൊന്ന് മറികടക്കാൻ കഴിയില്ല. ജിന്നുകളിൽ നിന്നൊരാൾ വന്ന് മറികടക്കാൻ ശ്രമിച്ച കഴിയൂല. ഭൂതവർഗത്തിൽ നിന്ന് വന്നിട്ട് മറികടക്കാൻ ശ്രമിച്ച കഴിയൂല. ശൈത്താന്മാരിൽ നിന്നൊരാൾ വന്ന് മറികടക്കാൻ ശ്രമിച്ച കഴിയൂല. മലക്കുകളിൽ നിന്നൊരാൾ വന്ന് മറികടക്കാൻ ശ്രമിച്ച കഴിയൂല. എന്തിനേറെ 99 ചിറകുകളുള്ള മറ്റൊരു ഹദീസിൽ 600 ചിറകുകളുള്ള മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മറികടക്കാൻ ശ്രമിച്ച കഴിയില്ല. ഇബ്നു മസ്ഊദ് അവന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഞാനാ വരക്കുമ്പോ ചൊല്ലിയിട്ടുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. മുഹമ്മദ് മുസ്തഫ ഔ കമാ ഖാല റസൂലുള്ളാഹി. കളിക്കാണോ കളി? ഇതിനൊക്കെ ഒരു പവർ ഉണ്ട്. ഇതൊക്കെ മെഹബത്തിന്റെ ഗുണങ്ങളായി നമുക്ക് ലഭിക്കുന്ന കാര്യം. ഞങ്ങളുടെ നാട്ടിലൊരു തങ്ങളുണ്ടായിരുന്നു, സയ്യിദ് കുഞ്ഞി തങ്ങൾ ഉപ്പാപ്പ നവ്വർ അല്ലാഹു മർക്കദ. അല്ലാഹു അവരുടെ മദത് നമുക്ക് നൽകുമാറാകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പൊന്നുമല്ല, ഒരു കൂടി വന്നാൽ ഒരു 50 കൊല്ലം മുമ്പ് അവർ ജീവിച്ചിട്ടുണ്ട്. ആ മഹാന്റെ വീട്ടിൽ എന്നും രാത്രിയിൽ ഒടിയന്മാർ വരും. ഒടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഒടിയെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇനിയിപ്പോ എങ്ങനെ ഞാൻ മനസ്സിലാക്കി തരിക? മലബാറിൽ ജോലി പേർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ ഈ പറയന്മാർ എന്ന സാധനം ഉണ്ട്, ഒരു വർഗം പറയന്മാർ. അവർ മനസ്സിലായ അതും അറിയില്ല. മുസ്ലിങ്ങളല്ലാത്ത ആരെങ്കിലും പരിചയമില്ലല്ലോ. ഈ കൊട്ടയൊക്കെ നെയ്യുന്ന ഒരു അധസ്ഥിത വർഗമാണ് പറയന്മാർ, കാഫിരിങ്ങളിൽ. അവർക്കൊരു സിദ്ധിയുണ്ട്. രാത്രി ആയാൽ പ്രത്യേക കർമ്മങ്ങളൊക്കെ ചെയ്താൽ, അന്ധവിശ്വാസമൊന്നുമല്ല കേട്ടോ, കണ്ടവരുണ്ട്. ഇവർ വേഷം മാറി സഞ്ചരിക്കാൻ കഴിയും. നമ്മുടെ നിസാമി ഉസ്താദിനൊക്കെ അറിയാം, മലപ്പുറത്ത് ഇതിന്റെ കോഴിക്കോടൊക്കെ ഇതിന്റെ ബഹളം നടക്കുന്ന ആടായിരിക്കും. ചിലപ്പോൾ രാത്രി നായ പൂച്ച ഒക്കെ ആയിട്ട് നടക്കാൻ വയ്ക്കും. അത് കേൾക്കണ്ട, പേടിക്കും. അപ്പോ ഇവരിങ്ങനെ വന്നിട്ട് ഈ തങ്ങളുടെ വീട്ടിൽ ഭയങ്കര ശല്യം, എല്ലാ വീട്ടിലും ശല്യപ്പെടുത്തും. കണ്ടിട്ട് ആൾക്കാർ മരിക്കുകയും ചെയ്യും പേടിച്ചിട്ടേ. എന്തോ ഒരു പരിപാടിയാണ്. ശൈത്താൻ അല്ലാഹു കഴിവ് കൊടുത്തുള്ളത് ശരി തന്നെയല്ലേ. വഹി പോലും പിടിച്ചെടുക്കാൻ ശൈത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സിദ്ധി ഇവർക്കുണ്ട്, അത് ശരിയായ കഴിവല്ലാന്ന് മാത്രം. അപ്പൊ ഇതിങ്ങനെ വന്നപ്പോ ഈ തങ്ങള് ഒരു മഗ്‌രിബിക്ക് കത്തിയോണ്ട് ഒരു റൗണ്ട് ഉണ്ട് വരച്ചു. ഒരു റൗണ്ട് ഇതങ്ങോട്ട് ചെല്ലിയിട്ട് ഒരു റൗണ്ട്. അന്ന് രാത്രി 12 മണിയായപ്പോഴും ആള് വന്നു. ആര്? ഇയാൾ വന്നു. ഏതോ വേഷത്തിൽ വന്നപ്പോ ഈ റൗണ്ടിന്റെ ഉള്ളിലാണ്ട് കുടുങ്ങി. ഇവര് വസ്ത്രമില്ലാതെയാണ് ഈ പൂജകളൊക്കെ ചെയ്ത് മാറുക. ഒരു നൂൽബന്ധം ഇല്ലാതെയാണ് പുറപ്പെടുമ്പോൾ നായായിട്ട് പൂച്ചയായിട്ടൊക്കെ നമ്മുടെ മുമ്പ് കൂടെ പൂച്ചൊക്കെ ഇങ്ങനെ പോകും, നായൊക്കെ പോകും. ചിലപ്പോ പോത്തായിട്ടൊക്കെ വരും. പോത്തിനെ പൂട്ടിയ മഹാന്മാരുണ്ട് മലബാറിൽ. ഒടിയന്മാരായി പോത്തായി വന്നിട്ട് ഇതൊക്കെ ആൾക്കാർ വിശ്വസിക്കും. പൂട്ടിയിട്ടുണ്ട്, കണ്ടത്തിൽ കൊണ്ടുപോയിട്ട് അടിച്ചങ്ങോട്ട് പൂട്ടി. നേരം വെളുത്തപ്പോ 2 മനുഷ്യന്മാർ നൂലുബന്ധമില്ലാതെ പണ്ട് പാടത്ത് അടി കൊണ്ട് ഇടങ്ങറായിട്ട്. അപ്പോൾ ഇയാള് നേരം വെളുത്തപ്പോ നൂലുബന്ധമില്ലാതെ മുറ്റത്തുനിന്ന് കാര്യമില്ല തങ്ങളെ, ഇന്ന് ചെയ്യില്ല തങ്ങളെ, ഇന്ന് ഉണ്ടാവില്ല തങ്ങളെ. അപ്പൊ തങ്ങൾ പുറത്തുനിന്ന് പറഞ്ഞു, എന്നാ ഇനി ഉണ്ടാകണ്ട, പൊയ്ക്കോ. അത് പറഞ്ഞിട്ട് അയാൾക്ക് റൗണ്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റിയത്.
ഒരു കാല് വെക്കാൻ പറ്റില്ല മുഅ്മിനീങ്ങളെ പുറത്തൊക്കെ. ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുള്ളൂ, മുള്ളുവേലിയൊന്നും കിട്ടിയില്ല. അയാൾ അതിൽ പെട്ട പുറത്തിടക്കാൻ പറ്റില്ല. That's a power of spirituality. ഇതാണ് ആത്മീയതയുടെ ശക്തി. അതൊന്നും നിസ്സാരപ്പെടുത്തരുത്. അങ്ങനെയൊക്കെ ഉണ്ട്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്ത മഹാന്മാർക്ക് അങ്ങനത്തെ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അള്ളാഹു അവരെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിന്റെ 2ാം പാർട്ടിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. പ്രാർത്ഥനാ നിർഭരമായ പാതിരാവുകളിൽ മെഹബൂബത്തായ തമ്പുരാൻ കടന്നു വരട്ടെ. അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന പകലുകളിൽ അള്ളാഹുവിന്റെ തിരുസാമീപ്യമുണ്ടാകട്ടെ. ഏത് പുലർക്കാലത്തും അള്ളാഹുവിന്റെ ഓർമ്മ ഒരു തഴുകലായി നമ്മ വന്ന് പുണരട്ടെ. ഗാൻഗാഹുകളിലെ ദർവേശുകൾ, ആരിഫീങ്ങളും ഔലിയാക്കന്മാരും അങ്ങനെ ഒരു സായുജ്യത്തിലാ നടന്നുപോയത്. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ വലയത്തിലാ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്നേഹിച്ച മനുഷ്യന് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കാണിച്ചത്. ആഖിറത്തിലാ നമ്മെ കാണിക്കുന്നതെങ്കിൽ ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുത്തില്ലേ? ആമിനാന്റെ മുത്തുമോനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മിഅ്റാജിന്റെ രാത്രിയിൽ സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങൾക്കപ്പുറത്ത് മാമലകളും സമതലങ്ങളും ആറുകളും പുഴകളും ജലാശയങ്ങളും കടന്ന് സപ്താകാശത്തിന്റെ അപ്പുറത്തേക്ക് ജിബ്രീലിന് പോലും പ്രവേശനാനുമതി ഇല്ലാതെ നിന്നില്ലേ? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലു വഖാഫ്. ബഹറുന്നൂറിന്റെ മുമ്പിലെത്തിയപ്പോ ജിബ്രീൽ നിന്നു. ഏത് ജിബ്രീല്? മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ബ്രഹ്മ സ്വഭാവത്തോടെ ജിബ്രീൽ ഈ ഭൂമിയുടെ മുകളിൽ വന്നിട്ട് ഈ ഭൂഗോളത്തിന്റെ മുകളില് തന്റെ ചിറക് കൊണ്ടൊന്ന് തഴുകിപ്പോയാൽ പൊടിപടലങ്ങളായി പപ്പടം പോലെ പൊടിഞ്ഞു പോകും ഈ പ്രപഞ്ചം മുഴുവൻ. അത്ര കരുത്തനാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആ ജിബ്രീലാണ് പറഞ്ഞത്, നബിയെ, എന്റെയും അല്ലാഹുവിന്റെയും ഇടയില് 70 മറകളുണ്ട് നബിയേ. ഒരു മറയുടെ അടുത്തേക്ക്, ഒരു കർട്ടന്റെ അടുത്തേക്ക് ഞാനൊന്ന് നടന്നാ കരിഞ്ഞു പോകും നബിയേ. വഹയിന്റെ ജ്ഞാനം കൊണ്ട് നടക്കുന്ന, അല്ലാഹുവിന്റെ കലാം വഹിച്ചു നടക്കുന്ന ജിബ്രീൽ പറഞ്ഞു, ഒരു കർട്ടന്റെ അരികിൽ വ്യത്യാ കത്തിപ്പോകും. അതുകൊണ്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖാഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുസ്മേധരവദനായി മഹാപുഞ്ചിരിയോടുകൂടി, ഭയം ഒട്ടുമില്ലാതെ, സംഖ്യയില്ലാതെ 70 മറകൾ കടന്ന് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മനുഷ്യനായ മുഹമ്മദ് മുസ്തഫ അതിസാധാരണമായ അനിതര സാധാരണമായ കഴിവുകൾ അല്ലാഹു നൽകിയ അമാനുഷിക സിദ്ധി വിശേഷമുള്ള മുഹമ്മദ് മുസ്തഫ 70 മറകൾ കടന്ന് പുഞ്ചിരിയോടെ ജബ്ബാറായ റബ്ബുൽ അസ്സായുടെ മുന്നിൽ പോയി നിന്നു. ബദറുൽ കമാലിനെ പോലെ അല്ലാഹുവിനെ കണ്ടു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന് അല്ലാഹുവിനോട് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ സ്നേഹിച്ച ആൾക്ക് ദുനിയാവിൽ അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞു. അല്ലാഹു ആഖിറത്തിൽ നമ്മളെ കാണിച്ചു തരുമാറാകട്ടെ. ഈ സ്നേഹം കൊണ്ട് സകല പ്രതിസന്ധിയിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ബദർ, അവിടെയും മലക്കുകൾ ഇറങ്ങി അല്ലാഹു സഹായിച്ചത് സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എല്ലാ പ്രയാസങ്ങളും. ഒരു സംഭവം കൂടി പറഞ്ഞ് നമ്മൾ രണ്ടാം പാർട്ടിലേക്ക് കിടക്കാം. മദീനത്തെ പള്ളിയിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ ഒരു സഹാബി വര്യൻ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ റസൂൽ ഇങ്ങനെ നോക്കി, മിണ്ടിയില്ല. അടുത്ത ജമാഅത്ത് കഴിഞ്ഞു, ഇയാൾ പോണില്ല. അടുത്ത ജമാഅത്ത് കഴിഞ്ഞു, ഇയാൾ പോണില്ല. ഇത് 2-3 ദിവസമായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് വീട്ടിൽ പോവാത്ത്? അതായത് 3 ദിവസം വരെ ഒരാളോട് എവിടുന്ന വന്ന് ചോദിക്കരുത് എന്നാണ്. ഈ കാലത്തല്ല കേട്ടോ, പണ്ട്. ഈ കാലത്ത് വന്നു തന്നെ ചോദിക്കണം. കാരണം ഭീകരവാദിയാണോ തീവ്രവാദിയാണോ ഒന്നും പറയാൻ പറ്റൂല. ഇപ്പൊ പള്ളിയിൽ വന്ന അപ്പൊ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലപ്പോ എവിടെ എവിടെ എന്താ പേര്, ഇതിനൊന്ന് ഈ 3 ചോദ്യം ചോദിച്ചാൽ അയാൾക്ക് അപ്പൊ വരേണ്ടതില്ല എന്ന് തോന്നും. പണ്ട് മുസാഫിരിങ്ങളൊക്കെ വന്ന അല്ലേ, ഉസ്താദ് വലപ്പാട് ജോലി ചെയ്തല്ലേ, മുസാഫിരിങ്ങളൊക്കെ വന്ന അപ്പൊ ഭക്ഷണത്തിന് കൊണ്ടുപോകും, ചോറ് കൊടുക്കും, ശാപ്പാട് കൊടുക്കും, പള്ളിയിൽ തന്നെ കിടക്കാൻ സ്ഥലം കൊടുക്കും. ഇന്ന് പള്ളിയിലെത്തിയ മുക്രിക്ക് പറയും, അതേ ഈ ശവം കൊടുത്ത പള്ളി കൂട്ടുവിട്ട പുറത്തു പോയി കിടന്നായി. മുക്രിക്കാൻ്റെ ഒരു ഡയലോഗ്. ഇവിടുത്തെ കാര്യമല്ല, നാട്ടത്തെ കാര്യമാണ്. ഇവിടുത്തെ നല്ല മുക്രിയാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നാട്ടിൽ പറയാം. പക്ഷെ അള്ളാഹ് റസൂൽ 3 ദിവസം ചോദിച്ചില്ല. 3 ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താ വീട്ടിൽ പോകാത്ത? സഹാബിനെ അറിയൊക്കെ. അപ്പൊ പറഞ്ഞു, നബിയെ, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് ആത്മഹത്യ ചെയ്യണം നബിയെ. അല്ലാഹ് മുഅ്മിനീങ്ങളെ, ആത്മഹത്യ ചെയ്യണമെന്നൊരു സഹാബി പറയുകയാണ്. സൂയിഡൈസ് ചെയ്യണമെന്നൊരു സഹാബി പറയുകയാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കർമ്മമല്ലേ ആത്മഹത്യ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഏറ്റവും കുറവ് ആത്മഹത്യ രേഖപ്പെടുത്തിയ ഒരു ഭൂമിയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പവിഴപ്പുറ്റുള്ള ലക്കാദീവാട്ട്. ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവ് രേഖപ്പെടുത്തിയ നാട് നിങ്ങളുടെ. ഓക്കെ, ഇതുവരെ ഇനി മാറുമെന്നൊക്കെ അറിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പൊ ആത്മഹത്യയാണ്. റസൂലുള്ളാഹിക്ക് ദേഷ്യം വന്നു. ആത്മഹത്യ? അതേ നബിയെ, എനിക്ക് കടമാണ് നബിയെ. പുറത്തേക്ക് ഇറങ്ങിയാൽ ആളുകൾ വളയുന്നു നബിയെ, ശല്യം ചെയ്യുന്നു നബിയെ. കൊടുക്കാൻ എന്റെ കയ്യിലില്ല നബിയെ. രണ്ടാമത്തെ പ്രശ്നം, വീടിന്റെ ഉള്ളിലേക്ക് കയറിയ എനിക്ക് ടെൻഷനാണ് നബിയെ, വിഷമമാണ് നബിയെ. കട്ടൽപ്പടി കാല് വെച്ച അപ്പ വിഷമായി, ദുഃഖാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ കടം മാറാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. ലാ യദ്ഖുലുൽ ജന്ന, കടക്കാരന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആലോചിക്കണം, ഹക്കായിട്ട് ഒരാൾ മരിച്ചു പോകരുത്. അപ്പോൾ വാഗ്ദാനം ചെയ്തതൊക്കെ കൊടുക്കുക തന്നെ വേണം. നമ്മൾ അറിയാതെ എപ്പോഴെങ്കിലും മരിച്ചുപോയ മക്കൾ കൊടുത്തോളണമെന്നില്ല, പിടിക്കും അല്ലാഹു. അമല് പോലും സ്വീകാര്യമല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഒന്ന് കടമാണ്, ഒന്ന് ടെൻഷനാണ്. ടെൻഷനുള്ളവർ ഇതിലുണ്ടാവും, നിരാശയുള്ള കുറെ ആൾക്കാരുണ്ടാവും. അല്ലാഹു റിലാക്സ് ആയ ഒരു അവസ്ഥ കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആ സഹാബി വരൻ ഇത് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോനെ, നിനക്ക് എത്ര ഭാര്യമാരുണ്ട്? 2 ഭാര്യമാര്. മക്കൾ എത്രയുണ്ട്? 12 മക്കള്. 12 മക്കളെ പെറ്റൊരമ്മേ എന്നൊരു കവിത ഉണ്ടല്ലോ, അതുകൊണ്ട് മഹാപട്ടിണിയ കട. ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ഇങ്ങോട്ട് അടുത്തേക്ക് വാ. മുത്തുനബിയുടെ കാലിന്റെ മുട്ടിനോട് ഈ സഹാബിയുടെ മുട്ട് ചേർത്ത് വെക്കാൻ പറഞ്ഞു വെച്ചു. കൈ രണ്ടും കാലിന്റെ മുകളിൽ വെക്കാൻ പറഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ആരംഭ പ്രവാചകൻ ആ സഹാബിയുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നെഞ്ചിൽ കൈ കൊണ്ടൊന്നിങ്ങനെ അടിച്ചു. അതെ, എന്നിട്ട് പറയുകയാണ്, ചൊല്ല്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ വഖഹ്രിർ റിജാൽ. ഇത് 7 തവണ ചെല്ല്. നിന്റെ ഭാര്യമാരോട് ചെല്ലാൻ പറ, നിന്റെ മക്കളോട് ചെല്ലാൻ പറ. 7 ദിവസം കഴിഞ്ഞിട്ടൊന്ന് കാണാൻ വാ എന്ന് മുഹമ്മദ് മുസ്തഫ. മദീനയുടെ അടുത്തുള്ള ആളല്ല, കുറച്ച് അകലുള്ള സഹാബിയാണ്. അതുകൊണ്ടാണ് 7 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഇയാൾ പോയി.
7 ദിവസം കഴിഞ്ഞു. മുത്തുനബി പള്ളിയിലിരിക്കുകയാണ്. ഇതാ ഒരു പൊട്ടിക്കരച്ചൽ മുത്തുനബിയുടെ മുന്നിൽ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, എനിക്ക് മാപ്പാക്ക് നബിയേ, എന്നോട് പൊറുക്ക് നബിയേ, അറിവ് കേട് വന്നു പോയതാണ് നബിയേ, ഞാനൊരാടിനെ വാങ്ങി നബിയേ, അത് ബറക്കത്താണ് നബിയേ. ഞാനൊരാടിനെ വാങ്ങി പോയി, പൈസ കിട്ടി, എവിടെന്നോ കിട്ടി, ഞാൻ ആടിനെ വാങ്ങിയതോടുകൂടെ വീട്ടിലൊരു സമാധാനമാണ് നബിയേ. ഇത് ചൊല്ലിത്തുടങ്ങി. വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തല എരിപൊരി കൊണ്ടിരുന്ന ഞാൻ എന്തോ ഒരു ശാന്തതയാ, എന്തോ ഒരു സുഖമാ വീടിന്റെ ഉള്ളില്. കടക്കാരന്റെ മുന്നിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് അവര് പോവുക, എന്നോടൊന്നും ചോദിക്കണില്ല കടം. മറ്റത് എവിടെ പൈസ എന്ന് ചോദിച്ച ആൾക്കാർ എന്ന് പറഞ്ഞു പോവാ. 7 ദിവസം കഴിഞ്ഞ് സന്തോഷത്തോടെ ആ സഹാബി വരുമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി, ഈ ആട് പെറ്റുപെരുകി അതിസമ്പന്നനായി അദ്ദേഹം മാറി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 പോയിന്റ് നോട്ട് ചെയ്യുക. ഒന്ന് നമ്മുടെ വിഷയം, രണ്ടാമത്തത് ആട് ബർക്കത്തുള്ളതാണ്. എന്താ നിൽക്കുന്നു 2 ആടുകൾ. നിങ്ങൾക്ക് 5 ഉറുപ്പ്യക്കും വിളിക്കാം, 500 ഉറുപ്പ്യക്കും വിളിക്കാം, 5000-നും വിളിക്കാം. നാള് 50,000-നല്ലേ വിളിച്ചത്. നബിയുടെ ഈ സംഭവം ഉദ്ധരിച്ചൊരു സദം എന്ന നിലക്ക് ആ ഒരു ചിന്തയോടെ, ഈ 2 കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള മുബാറക്കായ ചിന്തയോടെ ആർക്കെങ്കിലും അതൊരു വലിയ സംഖ്യക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചെടുക്കും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ അള്ളാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിക്കുക എന്നുള്ളതാണ് 3-ൽ 1 കാര്യം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ പിരിയുന്ന ദിവസമായതുകൊണ്ട് ഞാൻ അതിന്റെ 2ാമത്തെ പാർട്ട് പറയുകയാണ്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ് ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ അർത്ഥത്തിലുള്ള മധുരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ എന്നെങ്കിലും മദീനയിൽ പോയാൽ റൗള ശരീഫിന്റെ ഉള്ളിൽ 7 തൂണുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഉസ്തുവാനത്തുൽ ഹന്നാന, ഉസ്തുവാനത്തു തൗബ, ഉസ്തുവാനത്തു അലി, ഉസ്തുവാനത്തുൽ വുഫൂദ്, ഉസ്തുവാനത്തു തഹജ്ജുദ്, ഉസ്തുവാനത്തു സരീർ, ഉസ്തുവാനത്തു ജിബ്രീൽ, ഉസ്തുവാനത്തു ആയിഷ. അങ്ങനെ 8 തൂണുകളുണ്ട്. 8 തൂണുകളുണ്ട്. അതിൽ ഒരു തൂണിന്റെ പേര് ഉസ്തുവാനത്തുൽ ഹന്നാന എന്നാണ്. ഉസ്തുവാനത്തുൽ മുഹല്ലഖ എന്നും അതിന് പേരുണ്ട്. അള്ളാഹു അവിടെ പോയി നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അവിടെ പോയാൽ ബാബുസലാം എന്ന് പറയുന്ന വാതിലിലൂടെ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് കയറും. നിങ്ങൾ കുറച്ചു നേരം ഈ സദസ്സെന്ന മദീനയിലേക്ക് പോകുന്ന അവസ്ഥയിൽ ഇരിക്കുക. കണ്ണ് ചെമ്മിപ്പിടിച്ചാൽ നമ്മൾക്ക് മദീനയിലെത്താം. ആ ബാബുസലാമിലൂടെ കയറിയാൽ കുറച്ചു ദൂരം പിന്നിട്ടാൽ മനോഹരമായ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലെ ഖുർആൻ കാലിഗ്രഫി എഴുതിയ റൗള ശരീഫിന്റെ ഭാഗത്തേക്ക് നമ്മൾ പതുക്കെ നടന്നെടുക്കുകയാണ്. മസ്ജിദുൻ നബിയുടെ ആദ്യകാലത്തെ രൂപമായ ഹബീബായ പ്രവാചകരുടെ കാലത്തെ മസ്ജിദുൻ നബിയുടെ പരിധി അതിന്റെ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തിരക്കിൽ ഇങ്ങനെ അലിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോ ഇടതുഭാഗത്തായി നമ്മൾ കാണും അള്ളാഹുവിന്റെ ഹബീബിന്റെ മിമ്പർ. മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന ومنبري على حوضي محمد മുസ്തഫാ. എന്റെ മിമ്പറിന്റെയും എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. മുഅ്മിനീങ്ങളെ,
സ്വർഗം പോലെ എന്നല്ല. എന്നെങ്കിലും നിങ്ങൾ മദീനയിലെത്തുമ്പോ അവിടെ 2 റക്അത്ത് നിസ്കരിക്കാൻ മടിക്കല്ലേ. ഈ 7 തൂണുകൾക്കിടയിൽ നിസ്കരിക്കണം. 8ാമത്തെ തൂണ് പുണ്യ നബിയുടെ ഹുജറത്തു ശരീഫയുടെ ഉള്ളിലാണ് ഉസ്തുവാനത്തു ജിബ്രീൽ നിൽക്കുന്നത്. ഈ സ്വർഗമെന്ന് പറയുന്ന സ്ഥലമില്ലേ, നാളെ സ്വർഗീയ ആരാമത്തില് ഇതുപോലെ അവിടെ അല്ലാഹു വെക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പുണ്യ നബിയുടെ മിമ്പറില്ലേ, അത് നാളെ സ്വർഗത്തിലെ ബാബുരിദ്വാൻ എന്ന കവാടത്തിന്റെ സമീപത്ത്, അതേ സൗദി അറേബ്യയിലെ മദീനയിലെ മസ്ജിദുൻ നബവിയിലെ ജന്നാത്തുൽ ഫിർദൗസിലെ മിമ്പർ നാളെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് അഭിപ്രായമുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മൾ അവിടെ എത്തി. വമിമ്പരി അലാ ഹൗലി, എന്റെ മിമ്പർ ഇരിക്കുന്നത് ഹൗലുൽ കൗസറിന്റെ മുകളിലാ. മുഹമ്മദ് മുസ്തഫ പോകണ്ടേ ഒരു നാളില് ഈ ദ്വീപിൽ നിന്ന് കടല് കടന്നിട്ട് മദീനയിലേക്ക് അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് നടന്ന പുണ്യ നബിയുടെ മിഹ്റാബ് കാണാ. ഹബീബായ പ്രവാചകന്റെ കാലത്തെ മിഹ്റാബല്ല, പക്ഷെ റസൂലുള്ള നിന്ന സ്ഥലമാണത്. അബൂബക്കർ കയറി നിൽക്കാൻ മടിച്ച സ്ഥലമാണത്. ആദരവായ പ്രവാചകന്റെ തിരുകരങ്ങളും അവിടത്തെ ഇടശറഫായ നെറ്റിത്തടവും മുട്ടിയ മണ്ണാണ്. അവിടെ നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. തൊട്ട് അപ്പുറത്തുള്ള തൂണാണ് ഉസ്തുവാനത്തു ഹന്നാന. ഹന്നാന എന്ന് പറയുന്ന തൂണ് എന്തുകൊണ്ടാണ് ആ പേര് വന്നത് അറിയുമോ? ഹന്നാനത്താണ് ആവലാതി പറയുന്നത്. ചില പെണ്ണുങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഹന്നാന മന്നാന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പുണ്യനബി പറഞ്ഞത്. ആവലാതി പറയുന്നത്. പിന്നെ ഒട്ടകത്തിന്റെ കരച്ചലിനും പറയും ഹന്നാന. അതുകൊണ്ടാണ് ഹന്നാനത്ത് എന്ന പേര് വന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇനി പറയാൻ പോകുന്ന സംഭവം കൊണ്ടാ ആ തൂണ് നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ മിമ്പർ ഉണ്ടാക്കിയപ്പോൾ മിമ്പറിന്റെ മുകളിൽ കയറി നിന്ന സമയത്ത് മദീനത്തെ പള്ളിയിൽ ഒരു വിലാപം മുഴങ്ങി, ഒരു കരച്ചിൽ മുഴങ്ങി കേട്ടു. സഹാബത്ത് ചുറ്റും നോക്കി, ആരാണ് കരയുന്നത്? ഗർഭമുള്ള ഒരൊട്ടകം കരയുന്നത് പോലെ മദീനത്തെ പള്ളിയിൽ ഒരു ഏങ്ങി കരച്ചിൽ കേട്ടു. ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് താഴോട്ടിറങ്ങി. അവിടുന്ന് ഈ മിമ്പറിന്റെ മുമ്പ് കുത്തിപ്പിടിച്ചിരുന്ന അല്ലെങ്കിൽ ചാരി നിന്നിരുന്ന ഒരു ഈത്തപ്പനയുടെ കമ്പ് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കയ്യിലെടുത്തു ആരംഭ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്ത് വ്യക്തമായും കേട്ടു, പുണ്യനബിയുടെ കയ്യിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നത്. ഹബീബായ പ്രവാചകനോട് ആ ഈത്തപ്പനയുടെ മട്ടലാവലാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സാമീപ്യം കൊതിച്ച ഞാൻ, എന്നെയാണ് നിങ്ങൾ ചവിട്ടി നിന്നത്, കുത്തിപ്പിടിച്ചത്. എന്നെ ഇപ്പോ ഉപേക്ഷിച്ചോ നബിയേ? എനിക്ക് സങ്കടമുണ്ട് നബിയേ. ഈ അചേതനമായ ജീവനില്ലാത്ത ഈ തപ്പനമടൽ പുന്നാര നബിയുടെ കയ്യിലിരുന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞു. സഹാബത്ത് മുഴുവൻ അത് കേൾക്കുകയാണ്. ഹബീബായ പ്രവാചകൻ തന്റെ ശറഫായ കൈകൊണ്ട് ആ തടിയിൽ ഇങ്ങനെ തഴുകിയിട്ട് പറഞ്ഞു, നാളെ സ്വർഗത്തില് എന്റെ കൂടെ ഉണ്ടാകാൻ ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാം. അപ്പോഴാണ് അത് കരച്ചിൽ നിർത്തിയത്. എന്നിട്ട് അത് അവിടെ മണലിൽ കുഴിച്ചിടാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ഞാൻ അതിനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാളുവരെ മദീനത്തെ പള്ളിയിൽ കടക്കുന്നവർക്ക് ഈ ഈത്തപ്പന മട്ടലിന്റെ വിലാപം കേൾക്കാൻ കഴിയുമായിരുന്നു. ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആ തൂണ്, ആ സാധനം കുഴിച്ചിട്ടെടുത്ത് പിന്നീട് ഉണ്ടാക്കിയ തൂണാണ് ഉസ്തുവാനത്തുൽ ഹന്നാന. നിസ്കരിക്കണ്ടേ അവിടെ പോയിട്ട്? വേണ്ടേ? പറയൂ നിങ്ങളെ. ചൊല്ലിക്കൊള്ളു, മുഹമ്മദുൻ അശ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മൗലായ
അല്ലാഹുവേ ഞങ്ങളെ നീ മദീനത്തെ പള്ളിയിൽ എത്തിക്കണേ റബ്ബേ. പോയവർക്ക് വീണ്ടും പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബാക്കി 8 തൂണിന്റെ കഥ അതവിടെ കിടക്കട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ സാമീപ്യം നഷ്ടപ്പെട്ടപ്പോ ജീവനില്ലാത്ത ഈ തപ്പനയുടെ മട്ടൽ പോലും കരഞ്ഞു പോയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പുണ്യനബിയുടെ സാമീപ്യമുണ്ടോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മൾ എന്തോരം കരയേണ്ടതാ. പക്ഷേ നമ്മൾ അങ്ങനെ കരഞ്ഞിട്ടുണ്ടോ? മദീന കാണാൻ പറ്റാത്ത സങ്കടത്തിൽ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന് ഒരു ദിവസമെങ്കിലും സ്വപ്നം കാണാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, മഹബ്ബത്ത് കുറഞ്ഞു പോയതിന്റെ പേരിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, ബുദ്ധിയില്ലാത്ത ഈ തപ്പന ഒരു മരത്തിന്റെ തണ്ട് ഇത്തിരി നേരം റസൂലുള്ള വിട്ടു നിന്നപ്പോ കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടി പൊട്ടി കരഞ്ഞു പോയെങ്കിൽ എവിടെ നമ്മുടെ മഹബ്ബത്ത്? അല്ലാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇനി എനിക്ക് മദീനത്ത് നിൽക്കാൻ പറ്റൂല, ഹബീബില്ലാത്ത മദീനയിൽ ഇനി ഞാൻ താമസിക്കൂല. അല്ലാഹുവിന്റെ റസൂലുള്ളപ്പോ ബാങ്ക് വിളിച്ച സ്വരരാഗസുത പോലെ മദീനയുടെ താഴ്വരകളിൽ പാട്ടുപോലെ ഒഴുകി നടന്ന ബാങ്കിന്റെ ഉടമസ്ഥനാണ് സയ്യിദുനാ ബിലാൽ. അദ്ദേഹം കൂഫയിലേക്ക് പോയി. ഇറാഖിന്റെ തലസ്ഥാനമായ കൂഫയിലേക്ക് പുന്നാര നബി വഫാത്തായപ്പോ പോയതാ. ദിവസങ്ങൾ കടന്നുപോയപ്പോ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ മുഹമ്മദ് മുസ്തഫ. ഇത് ഉറങ്ങിയ സ്വപ്നം കാണുന്ന പകരയുടെ സ്വപ്നമല്ല. ബിലാൽ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ വന്ന് ബിലാലിനോട് പറയുകയാണ്, ബിലാലേ, അങ്ങേക്കെന്നോട് വെറുപ്പായോ ബിലാലേ? അങ്ങേക്കെന്നോട് ദേഷ്യമാണോ ബിലാലേ? എന്താ നിങ്ങൾ എൻ്റെ സമീപത്ത് നിന്ന് പോയത് ബിലാലേ? ഹബീബായ പ്രവാചകന്റെ ചോദ്യം കേട്ടപ്പോ ബിലാൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നമാണ്. ആ പാതിരാത്രിയിൽ കൂഫയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായി മഹാനായ സയ്യിദുനാ ബിലാൽ. ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞ് മദീനയിൽ അദ്ദേഹം എത്തിച്ചേർന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗള ശരീഫിന്റെ മുമ്പിൽ നിന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, അങ്ങയോട് വെറുപ്പോ അങ്ങയോട് ദേഷ്യമോ? എനിക്ക് ഒന്നുമല്ലാതിരുന്ന എന്നെ എല്ലാമാക്കിയതങ്ങാണ് നബിയേ. എനിക്കങ്ങില്ലാത്ത മദീനയിലൂടെ നടന്നു പോകുമ്പോ സങ്കടം വരികയാണ് നബിയേ. അങ്ങയുടെ റൗളയിലേക്ക് നോക്കുമ്പോ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല നബിയേ. അങ്ങില്ലാത്ത മണ്ണിലൂടെ നടക്കാൻ കഴിയുന്നില്ല നബിയേ. അതുകൊണ്ടാണ് പാവം ബിലാൽ പോയത്. ഉമയ്യത്തിന്റെ കിങ്കരന്മാരും മരുഭൂമിയിൽ മലർത്തിക്കിടത്തി പാറക്കല്ല് വെച്ച് ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പോ തകർന്നു പോകാത്ത ഹൃദയമാണത്. കാരിരുമ്പിന്റെ കരുത്ത്. പക്ഷേ പുണ്യനബിയുടെ വഫാത്തായപ്പോ സങ്കടമാണ്. ബിലാൽ വന്ന വാർത്ത മദീന മുഴുവൻ അറിഞ്ഞു. അപ്പോഴാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കിടാക്കൾ വന്ന് ബിലാലിന്റെ കുപ്പായത്തിൽ തൂങ്ങിയിട്ട് പറഞ്ഞു, ബിലാൽ, ഞങ്ങളുടെ വല്യുപ്പാപ്പ ജീവിച്ചിരിപ്പുള്ളപ്പോ നിങ്ങളല്ലേ ബാങ്ക് വിളിക്കാറ് ബിലാലേ? ഞങ്ങൾക്കൊന്ന് കേൾക്കണം ബിലാലേ, ഒന്ന് വിളിക്കുമോ ബാങ്ക്? അപ്പൊ പറഞ്ഞു, പുന്നാര മക്കളെ, നിങ്ങളുടെ വല്യുപ്പാപ്പ ഇല്ലാത്ത നാട്ടില് ബാങ്ക് വിളിക്കാൻ ബിലാലിന് പറ്റൂല്ലടാ പൊന്നുമക്കളെ, ബിലാലിന് കഴിയൂല. അവര് വീണ്ടും പറഞ്ഞു, ഒന്ന് വിളിക്കൂ ബിലാൽ, കേൾക്കാൻ കൊതിയുണ്ട് ബിലാൽ. ഇല്ല മക്കളെ, നിങ്ങളുടെ വല്യപ്പാപ്പ അടുത്ത് കിടക്കുകയാണ്, എനിക്ക് പറ്റൂല. ഹസന്റെ ഹുസൈന്റെ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞു തുളുമ്പി. അത് കണ്ട് ബിലാൽ ഞെട്ടിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചിരിപ്പുള്ളപ്പോ ഫാത്തിമാന്റെ തങ്കക്കുടങ്ങളുടെ കണ്ണ് നിറയാൻ ഹബീബ് ഇഷ്ടപ്പെട്ടിട്ടില്ല.
നിസ്കാരത്തിൽ സുജൂദിൽ കിടക്കുമ്പോൾ പെരടിയിൽ കയറിയിരുന്നപ്പോ പോലും പ്രവാചകൻ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ പൊന്നുമക്കളുടെ കണ്ണാണ് നിറഞ്ഞത്. ഉടനെ രണ്ടുപേരെയും ചേർത്തു പിടിച്ചു സയ്യിദുനാ ബിലാൽ. എന്നിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാം മക്കളെ, നിങ്ങൾ കരയല്ലേ പൊന്നുമക്കളെ. നിങ്ങളുടെ വല്യപ്പാപ്പാക്ക് നിങ്ങളുടെ കണ്ണ് നിറയുന്നത് ഇഷ്ടമല്ലടാ പൊന്നുമക്കളെ. സയ്യിദന്മാരോടുള്ള സ്നേഹമാണ്, പ്രവാചക രക്തത്തോടുള്ള പ്രണയമാണ്, ശംസുല്ലമ കാണിച്ച പ്രണയമാണത്. ബിലാല് പിടിച്ചവർ പറഞ്ഞു, നാളെ സുബിയാകട്ടെ മക്കളെ, ഇന്ന് നിങ്ങൾ ഉറങ്ങ്, നാളെ സുബിക്ക് ബിലാല് ബാങ്ക് വിളിക്കാം. അന്നത്തെ രാത്രി കാത്തുകാത്തിരുന്നു ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ. പിറ്റേന്ന് പുലർക്കാലത്ത് മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ സയ്യിദുനാ ബിലാൽ നിൽക്കുകയാണ്. ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞു നോക്കുമ്പോ പുന്നാര നബിയുടെ റൗളയാണ്, ഹബീബിന്റെ ഖബറാണ് കണ്ണിൽപ്പെടുന്നത്. സകല ശക്തിയും എടുത്തിട്ട് ബിലാൽ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീനയുടെ താഴ്വരകളിൽ മനോഹരമായൊരു പാട്ടുപോലെ, ഹൃദയങ്ങളിൽ പെയ്യുന്ന പൂമഴ പോലെ ആ ബാങ്ക് ഇങ്ങനെ മുഴങ്ങി. ആളുകൾ ഞെട്ടി ഉണർന്നു. ഇത് ബിലാലിന്റെ ശബ്ദമാണ്, ഹബീബിന്റെ പൂങ്കുയിലിന്റെ രാഗമാണ്, ഹബീബുള്ള കാലത്തെ ബാങ്കിന്റെ ഒളിയാണ്. വിദൂരങ്ങളിൽ നിന്ന് സഹാബത്ത് ഓടിയെടുക്കാൻ തുടങ്ങി മദീനയിലേക്ക്. ബിലാലിന്റെ ബാങ്ക് കേട്ടിട്ട് പ്രവാചകന്റെ ഓർമ്മയുണർന്ന സഹാബത്ത് കുതിച്ചെത്തി മദീനത്തെ പള്ളിയിലേക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞു. സഹാബത്ത് നിറകണ്ണുകളോടെ അസ്കലിമ ചൊല്ലി അതേപോലെ ആവർത്തിച്ചു. അടുത്ത വചനത്തിനു വേണ്ടി ബിലാൽ ശ്വാസം പിടിച്ചു. അതെ, കറുത്ത ബിലാൽ, കരിരിമ്പിന്റെ കരുത്തുള്ള ബിലാൽ, എത്യോപ്യൻ അടിമയായ ബിലാൽ സർവശക്തിയും എടുത്തിട്ട് പറയാൻ തുടങ്ങി, അശ്ഹദു അന്ന. ബാക്കി പറയാൻ ബിലാലിന് കഴിയണില്ല. ചങ്കിൽ നിന്ന് വചനം പുറത്തേക്ക് വരുന്നില്ല. തൊണ്ടയിൽ കിടന്ന് പെടയിലാണ്. രണ്ടാമത്തെ തവണ ബിലാൽ വീണ്ടും പറയാൻ തുടങ്ങി, അശ്ഹദു അന്ന. ബാക്കി പറയാൻ കഴിയണില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരാ പറയേണ്ടത്. സയ്യിദുനാ ബിലാൽ മൂന്നാമത്തെ തവണയും ഒന്ന് ട്രൈ ചെയ്തു. ദറസിൽ ഉസ്താദുമാര് സബക്കെടുക്കുമ്പോ, കിതാബിന്റെ ഇബാറത്ത് വായിക്കുമ്പോ ഉസ്താദിനെ കണ്ട് പേടിച്ച് ചിലപ്പോ വാക്ക് വായിക്കാൻ അറിയാതെ ചിലപ്പോ ഇങ്ങനെ ആവർത്തിക്കും, ഇങ്ങനെ പറയാം, അപ്പുറം പറയാൻ കിട്ടാൻ. എന്നതുപോലെ ബിലാൽ സങ്കടം കൊണ്ട് എരമ്പി ആ ശരീരം കിടന്നു വിറകൊണ്ടു ഹസനും ഹുസൈനും നോക്കി നിൽക്കുകയാണ്. കരുത്തനായ ഉരുക്കു മനുഷ്യൻ മൂന്നാമത്തെ തവണയതാ അശ്ഹദു അന്ന. പിന്നെ വാചകം പൂർത്തീകരിക്കാൻ കഴിയാതെ ഒരു പൊട്ടിക്കരച്ചലോടെ മദീനയിലെ തന്റെ മിഹ്റാബിലേക്ക് വാഴം തണ്ട് പോലെ കുഴഞ്ഞു വീണു ബിലാൽ. ഓടി വന്നു സഹാബത്ത്. കരഞ്ഞ് കരഞ്ഞ് ബിലാല് ആ രണ്ടു മക്കളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇല്ല പുന്നാര മക്കളെ, ഇല്ല പുന്നാര മക്കളെ, ബിലാലിന് കഴിയില്ലടാ, ബിലാലിന് പറ്റൂല്ലടാ, ബിലാലിന് കഴിയുന്നില്ല മക്കളെ. നിങ്ങളുടെ വല്യപ്പാപ്പ ഇവിടെ കിടക്കുമ്പോ, എങ്ങടെ വല്യപ്പാപ്പ ഇല്ലാത്തപ്പോ, മുത്തു റസൂല് അരികിലില്ലാത്തപ്പോ ആ പേര് പറയുമ്പോ പൊട്ടിപ്പോവുന്നു മക്കളെ. ബിലാലിന് കഴിയുന്നില്ല. പ്രണയമാണ്, ഹുബ്ബാ, പ്രേമമാ മൗലായ
സല്ലി വസല്ലിം ദായിമൻ അബദാ. അതങ്ങ് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പൊ നിർത്തിപ്പോകേണ്ടി വരും. 15 മിനിറ്റിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ദുആ ചെയ്യാനും ലേലം വിളിക്കാനുമുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഈമാനിന്റെ മധുരത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിച്ചു കഴിഞ്ഞ പിന്നെ ഹബീബ് പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടമുള്ളത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. മൂന്നാമത് പറഞ്ഞത് ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് കുഫ്രിയത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് ചാടുന്നത് പോലെ വെറുക്കേണ്ടതാണ്. ഈ 3 കാര്യമുണ്ടായാൽ സലാസുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. ആ ബാക്കി 2 കാര്യം 4 ദിവസം നിന്ന് പറഞ്ഞാലും തീരാത്തതാ. പക്ഷേ നമുക്ക് പരിധിയുണ്ടല്ലോ. അല്ലാഹു നമുക്ക് ഈമാനുള്ള മഹബ്ബത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഈമാനോടെ മരിക്കണം നമുക്ക്. അതിനാണ് ഈ പാടുപെടുന്നത്. അതിനാണ് മഹാന്മാരെ പ്രണയിക്കുന്നത്. വലദതുക ഉമ്മുക യബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ في حال موتك لاهكا مسرورا ولدتك أمك يا ابن آدم باكيا. ഉമ്മ പ്രസവിച്ചാൽ പൊന്നുമക്കളെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ പിറന്നു വീഴുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ റബ്ബേ. ഭാര്യമാര് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ ഖൈറായ സന്താനത്തെ നൽകണേ റബ്ബേ. സാലിഹായ സന്താനത്തെ നൽകണേ തമ്പുരാനെ. ഒരപകടവും വരുത്തല്ലേ റബ്ബേ. സുഖപ്രസവം നീ നൽകണേ റബ്ബേ. കുട്ടികൾ കരഞ്ഞിട്ടാണ് പ്രസവിക്കുമ്പോ വരിക, അല്ലേ? ആണോ? അതെ, നിങ്ങൾ കണ്ടതുപോലെ കരഞ്ഞിട്ടാ വരിക. ഈ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാരുണ്ടല്ലോ, കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ പിടിച്ച് സിസ്റ്റർമാർ പിടിച്ച് കുലുക്കുമെന്ന് കരയാൻ വേണ്ടിയിട്ട്. കരയാന്നുള്ളത് അതിൻ്റെ ജീവന്റെ തുടിപ്പും അതിൻ്റെ സംസാരശേഷിയൊക്കെ ശരിയാക്കാനും ആദ്യം ഒന്ന് കരയണം. കുട്ടി കരഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ അതിന് സംസാരിക്കാൻ പറ്റില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടി കരഞ്ഞില്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. എന്നിട്ടും കുട്ടി കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടി പിന്നെ ജീവിക്കാൻ വളരെ റെയറാണ് ജീവിതം. പിന്നെ സംസാരം ഉണ്ടാവില്ല. അപ്പൊ കുട്ടി കരയണം. ലേബർ റൂമിന്റെ പുറത്ത് ഭർത്താക്കന്മാരും കുടുംബക്കാരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞ് കരഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ തന്നെ അല്ലേ? അല്ലേ മാണിക്കല്ലേ? പക്ഷേ ജനങ്ങളപ്പ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കുട്ടി കരയുമ്പോ ആളുകൾ ചിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം വരാനുണ്ട്. ഫജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എല്ലാവരും കരയുന്ന ഒരു ദിവസം വരും. നമ്മൾ വഫാത്തായി കിടക്കുന്ന വേളയിൽ ആളുകൾ കരയുമ്പോ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ, ചിരിച്ചുകൊണ്ട് മരണപ്പെടണം മുഅ്മിനെ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിൽ കാലം കണ്ട ക്രാന്തദർശിയായ സാത്വിക പണ്ഡിത പ്രതിഭ കിടക്കുകയാണ്. അവിടുന്ന് യാസീൻ ഓതുകയാണ്. സുബഹിയോട് അടുത്ത സമയമാണ്. വഇലൈഹി തുർജഊൻ. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോ നിങ്ങൾ മുമ്പും കേട്ടതാ, എന്നാലും ഞാൻ ഈ വിഷയത്തിൽ അത് ബന്ധിപ്പിക്കുകയാ. ഫാത്തിമ ഹോസ്പിറ്റലിന്റെ സമീപത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുകയാണ്. ശംസുൽ ഉലമ ഓരോന്നിനും ഉത്തരം നൽകി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ കുട്ടി ഹസൻ ദാരിമി അടുത്തുണ്ട്. ശംസുൽ ഉലമ നിറഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് വആഖിറു അൽഫാളിൽ
ഹാദാനി മുഖാരിനു. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ളിനോട് തന്റെ ലഫ്ള് യോജിപ്പിച്ച മഹാനാണ് ശംസുൽ ഉലമാ. വെള്ളികാട് കുന്നിലെ വീട്ടിലെ മയ്യത്ത് കാണാൻ വേണ്ടി പോയപ്പോ ആ പൂമുഖത്തേക്ക് നോക്കിയപ്പോ റോസാദളം വിടർന്ന പോലെ ആ മനോഹരമായ ഒരു പുഞ്ചിരി ശംസുൽ ഉലമയുടെ ചുണ്ടിൽ പൂത്തു നിൽക്കുന്നുണ്ട്. ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മരിക്കുമ്പോ ചിരിച്ചു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ മഹാവാർഷിക സമ്മേളനം പുതിയങ്ങാടി കടപ്പുറത്ത് ഒരു ഭാഗത്ത് അറബിക്കടൽ തിരമാല തീർക്കുമ്പോ മനുഷ്യ മഹാസാഗരം തിരയടിക്കുകയാണ് അവിടെ. ഞാനും ഇന്നും ഓർക്കുന്നു, ആ സ്റ്റേജിന്റെ താഴെ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നെഞ്ചു തിരുമ്മി ലക്ഷക്കണക്കായ താൻ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനത്തെ നോക്കി മഹാനായ മൗലാന KT മനു മുസ്ലിയാർ, ഇവിടെയുള്ള തങ്ങൾ ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാർക്ക് വലിയ ബന്ധമുണ്ടായിരുന്ന മഹാന അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് നെഞ്ചു തിരുമ്മി എഴുന്നേൽക്കുകയാണ്. ആ വലിയ സ്റ്റേജിൽ നിന്ന് പതുക്കെ ആ വലിയ മനുഷ്യൻ ഇറങ്ങി വരികയാണ്. ചെറിയ ശബ്ദം കൊണ്ട് ആശയത്തിന്റെ മഹാപ്രപഞ്ചം പ്രഭാഷണങ്ങളിൽ സൃഷ്ടിച്ച, ഒരു കാലത്ത് സമസ്തയുടെ വാഗ്ധോരണിയായിരുന്ന, മലബാർ മുഴുവൻ ഓടി നടന്ന് സമസ്തയുടെ മണ്ണിനെ പിടിച്ചു നിർത്തിയ ആ വലിയ മനുഷ്യൻ നെഞ്ഞു തിരുമ്മി ഇറങ്ങി വരുമ്പോ ഈ പാവപ്പെട്ടവൻ, ഈ വിനീതൻ കൈയൊന്ന് പിടിച്ചു. ചെരിഞ്ഞു വീഴാതിരിക്കാൻ ആ കൈയൊന്ന് പിടിച്ച ഓർമ്മ ഈ സദസ്സിൽ നിൽക്കുമ്പോ എന്റെ മനസ്സിലുണ്ട്. തണുത്ത മഞ്ഞുകണം തൊട്ട പോലെ KT ഉസ്താദിന്റെ കൈ തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ വേദനക്കിടയിലും ഒരു ചെറിയ പുഞ്ചിരി പൂത്തു നിൽക്കുന്നുണ്ട് മൗലാന KTയുടെ മുഖത്ത്. തിരക്കിനിടയിൽ ആംബുലൻസിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോ പിൻഭാഗമൊന്ന് ചേർത്ത് പിടിച്ച മഹാസൗഭാഗ്യമേ. ലക്ഷക്കണക്കായ ജനങ്ങൾ തരിച്ചു നിൽക്കുമ്പോ KT കയറുകയാണ് ആംബുലൻസിലേക്ക്. വണ്ടിയിൽ ഒപ്പം അദ്ദേഹത്തിന്റെ മരുമകൻ അബ്ദുൽ ഹമീദ് ഫൈലി ഉണ്ട്. അല്പദൂരം പിന്നിട്ടപ്പോ അവിടെന്ന് പറഞ്ഞു, അത്രേ എന്റെ പല്ലിങ്ങനെ തൊന്ന വെപ്പുവല്ല, അതെടുത്ത് തോർത്തിൽ പൊതിഞ്ഞിട്ട് കൊടുത്തു, ഇത് കയ്യിൽ പിടിക്ക്. മുഅ്മിനേ, അന്ന് വരുന്നതിന്റെ ദിവസം, അന്ന് സമ്മേളനത്തിന് വരുമ്പോ തന്റെ പ്രാണസഖിയോട് ഭാര്യയോട് പറഞ്ഞു അത്രേ, ഒരുപാട് കാലം ഒന്നിച്ചു ജീവിച്ചവരാ നമ്മള്, നാം സമ്മേളനത്തിന് പോവാ, എന്റെ അടുത്തന്ന് വല്ല പിഴവും വന്നെങ്കിൽ നീ എനിക്ക് പൊരുത്തപ്പെടൂല്ലേ? അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ പറയണത്, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്? എനിക്കങ്ങനെ പറയാൻ തോന്നുകയാണ്. സ്വന്തം ഭാര്യയോട് പൊരുത്തപ്പെടിച്ചു മൗലാന KT മനു മുസ്ലിയാർ. അതിന്റെ തലേന്ന് താൻ നട്ടുവളർത്തിയ മഹാസൗദമാണ് കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് അറബിക് കോളേജ്. അതിന്റെ മീറ്റിംഗ് വിളിച്ചു, അണാ പയ്യുടെ കണക്ക് അവതരിപ്പിച്ചു. മീറ്റിംഗിൽ തന്റെ അവസാന പ്രസംഗം പോലെ ഈ സ്ഥാപനത്തിനെ വളർത്തേണ്ടതിനെ കുറിച്ച് പറഞ്ഞു. കരുവാരക്കുണ്ട് മഹല്ല് ജമാഅത്തിന്റെ പ്രസിഡന്റാ, അവിടുത്തെ ഖാളിയ, അവിടെയും എല്ലാവരോടും ചർച്ച ചെയ്തു. അപ്പോഴൊന്നും ആളുകളും ഒന്നും പറഞ്ഞില്ല, അവർക്കൊന്നും മനസ്സിലായില്ല. മുഅ്മിനെ, ആംബുലൻസിൽ നിന്ന് തന്റെ പല്ലെടുത്തു കൊടുത്തിട്ട് KT പറയുകയാണ്, സമ്മേളനം നോക്കണം, പ്രസ്ഥാനത്തെ നോക്കണം, അബ്ദുൽ ഹമീദെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൈകാലുകൾ അങ്ങ് നീട്ടിവെച്ചു. അപ്പോഴും വൊളു ഉണ്ട്. ആ നെറ്റിത്തടത്ത് ഇങ്ങനെ ഇങ്ങനെ മുത്തുമണികളെ പോലെ വേർപ്പ് കണം പൊടിഞ്ഞു. തോർത്ത് മുണ്ട് കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തു. അങ്ങനെ ഒരു മുണ്ട് കയ്യിൽ പിടിക്കുന്ന ആളല്ല മൗലാന KT മനു മുസ്ലിയാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കയ്യിൽ വേറെ ഒരു തുണി കണ്ടിട്ടില്ല. ആ തോർത്തുകൊണ്ടാണ് തുടച്ചത്. അതെ, പിന്നെ മൗലാന KTയുടെ മുഖത്തൊരു പുഞ്ചിരി. പല്ലെടുത്തപ്പോ ഉണ്ടായ ചിരിയല്ല, കടുത്ത നെഞ്ചുവേദനയിലും ചിരിച്ചിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുല്ല
മുല്ലപ്പൂവിന്റെ സുഗന്ധമേ, പനിനീരിന്റെ നൈർമല്യമേ, ഒരിത്തിരി കാലം കൂടി കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചുപോയ പ്രതിഭ അവിടുന്ന് വഫാത്തായി. മുഅ്മിനീങ്ങളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് നിമിഷ നേരം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി കഫൻ ചെയ്ത് കൊണ്ടുവരികയാണ്. ആർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? 25 ലക്ഷം ജനങ്ങള് അറബിക്കടലിന്റെ തിരമാലയുടെ അരികില് ജനസഞ്ചയം തീർത്തു നിൽക്കുമ്പോ ആ ആംബുലൻസ് തിരിച്ചു വന്നു അവിടേക്ക്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള് അപ്പോൾ വേദിയിൽ നിന്ന് പ്രഖ്യാപിച്ചു, ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്തയുടെ മഹാനായ നേതാവ് മൗലാന കെ.ടി. മാനു മുസ്ലിയാർ വഫാത്തായി. ആ ഇരമ്പിയ സാഗരം നിശബ്ദമായത് ആ സദസ് കണ്ടതല്ലേ? കണ്ണുനീര് നിറവൊട്ടുമ്പോ ആംബുലൻസ് വന്നു നിന്നില്ലേ? ഒരാൾക്ക് മരിച്ച് മിനിറ്റ് നേരം കൊണ്ട് 25 ലക്ഷം ജനങ്ങൾ നിസ്കരിച്ചത് ലോക ചരിത്രത്തിലാണ്. ആർക്കാണെങ്കിൽ അത് മൗലാന കെ.ടി. മാനു മുസ്ലിയാർ. ഈ ഉസ്താദിനെ കുറിച്ചാണ് കള്ളനെന്ന് വിളിച്ചത്, നഊദു ബില്ലാഹ്. കാപട്യമുള്ളവനെന്ന് വിളിച്ചത്, നഊദു ബില്ലാഹ്. ഈ മനുഷ്യനെയാണ് സുന്നി ടൈംസിൽ എടോ നിങ്ങൾ ജൂദാസ് എന്ന് വിളിച്ചത്. കലിമ ചൊല്ലി മരിച്ച മഹാൻ. ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. പുഞ്ചിരിയോടെ വഫാത്തായി മൗലാന കെ.ടി. മാനു മുസ്ലിയാർ. ഇത് തന്നെയാണ് കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിലും സംഭവിച്ചത്. ഇതാണ് നമ്മൾ കൊതിക്കുന്നത്. ഈ പിന്നണി കൊണ്ട്, പ്രേമം കൊണ്ട്, ഈമാൻ സലാമത്തായ മരണമാ കൊതിക്കുന്നത്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി തന്റെ അനിയനോട് പറഞ്ഞു, കടയിൽ പോയി 2-3 തുണി കൊണ്ടുവാ. അത് കൊണ്ടുവന്നപ്പോ 2 റക്അത്ത് നിസ്കരിച്ചു ഇമാമുന ഗസാലി. ഇസ്ലാമിക ദിഷണയുടെ എക്കാലത്തെയും വലിയ മഹാത്മാവ്, ദ ഫിലോസഫർ ഓഫ് ഇസ്ലാമിക് തിയോളജി. ആ മഹാനുഭാവൻ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ കട്ടിലിൽ കയറി കിടന്നു. ഈ കഫംപുട പോലെ തുണി കൊണ്ട് പുതച്ചു. തന്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ തന്റെ നെഞ്ചത്ത് വെച്ചു. കാലിന്റെ അടിയിൽ തിരുകി കഫംപുട, മുകൾ ഭാഗം തിരുകി കഫംപുട, കൈകാലുകൾ നീട്ടി വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്പസമയം കഴിഞ്ഞ് അനിയൻ വന്നു നോക്കുമ്പോ പുതച്ച് കിടക്കാൻ. ഇക്കാക്ക എഴുന്നേൽക്കി. അവര് അനങ്ങുന്നില്ല. പുതപ്പ് മാറ്റിയപ്പോ ചിരിച്ചു കിടക്കാണത്രേ ഇമാമുന ഗസാലി. അനിയൻ തട്ടി വിളിച്ചു പറഞ്ഞു, ഇക്കാക്ക എന്താ ഇങ്ങനെ ചിരിക്കണത്? ഉണ്ടണില്ല. പിടിച്ചു കുലുക്കിയപ്പോ മൊത്തം കുലുങ്ങി. ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. സക്കറാത്തിന്റെ വേളയിലും ചിരിക്കാൻ കഴിയുന്നത് മഹബ്ബത്തിന്റെ പവർ കൊണ്ട് മാത്രമാണ്. മാലാകമാരെ കണ്ട ചിരിയാണത്, സ്വർഗം കണ്ട ചിരിയാണത്, ഹൂറുല്ലീങ്ങളെ കണ്ട ചിരിയാണത്. യതകല്ലമു റജുലുൻ മിൻ ഉമ്മതി يتكلم رجل من أمتي من خير التابعين بعد الموت. മരണത്തിന് ശേഷം എന്റെ സമുദായത്തിലെ താബീങ്ങളിൽ ഒരാൾ സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചെറുപ്പക്കാരെ, ഇത് ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരു സമ്മാനമായി ഇട്ട് തന്നുകൊണ്ട് 6 ദിവസം നീണ്ടു നിന്ന ഈ വിനീതന്റെ സംസാരത്തിന് തിരശീല ഇടാൻ പോവുകയാണ്. എന്റെ സമുദായത്തിലെ ഒരാൾ താബി സംസാരിക്കും മരിച്ചു പോയതിന്റെ ശേഷം. അങ്ങനെ താബീങ്ങളിൽ ഒരു മഹാന് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു യാത്രയിലാണ്. വഫാത്തറിഞ്ഞ് തിരിച്ചു വന്നു. മയ്യത്ത് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കിടത്തി, കഫംപുട പുതച്ച് കിടത്തിയിരിക്കുകയാണ്. വന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. തന്റെ സഹോദരനോട്, മയ്യത്തിനോട് ഉടനെ ചുണ്ടങ്ങ് പിളർന്നു. വഅലൈക്കുമുസ്സലാം, സലാം മടക്കി. അപ്പോൾ അദ്ദേഹം അത്ഭുതത്തോടെ സുബ്ഹാനല്ലാഹ് മാദാ തഖൂൽ വഅലൈക്കുമുസ്സലാം ബഅദൽ മൗത്ത്, മരിച്ചതിന് ശേഷം വഅലൈക്കുമുസ്സലാം എന്നോ? അപ്പോൾ മയ്യത്ത് പറഞ്ഞു, നഅം
നഅം വലൈക്കുമുസ്സലാം ബഅദൽ മൗത്ത്. അതെ, മരിച്ചതിന്റെ ശേഷം തന്നെ വലൈക്കുമുസ്സലാം. അത്ഭുതമായി. അപ്പൊ ചോദിച്ചു, കൈഫ ഹാലക യാ അഖീ ബഅദൽ മൗത്ത്, മരിച്ചതിന് ശേഷം നിന്റെ വിശേഷം എന്താ സഹോദരാ? മയ്യത്ത് പാട്ടുപാടുകയാണ്. ചെറുപ്പക്കാരാ, പുഞ്ചിരിയോടെ മയ്യത്ത് പാട്ടുപാടി. റൂഹും വറൈഹാനുൻ വറബ്ബുൻ ഗൈറു ളുബാനു ഫഹമ്മിലൂനി ഇലാ ഹബീബി റസൂലില്ലാഹ്. റൂഹും വറൈഹാനും, സുഗന്ധ പരിമളമാണ്. എന്റെ നാസ്വാദാരങ്ങളിൽ സ്വർഗീയ സുഗന്ധത്തിന്റെ പരിമളമാണ്. വറബ്ബുൻ ഗൈറു ളുബാൻ, എന്റെ രക്ഷിതാവനോട് കോപിഷ്ഠനല്ല, എന്റെ രക്ഷിതാവനോട് ദേശത്തിലല്ല, എന്റെ രക്ഷിതാവനോട് സ്നേഹത്തിലാണ്. അതുകൊണ്ട് ഹമ്മിലൂനി, എന്നെ ഒന്ന് കൊണ്ടുപോ ഇലാ ഹബീബി, എന്റെ മെഹബൂബ്, എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ, കൊണ്ടുപോകൂ എന്നെ. എന്റെ മുത്തുനബി കാത്തു നിൽക്കുന്നുണ്ട്. എത്രയോ മുമ്പ് വഫാത്തായ റസൂലുള്ള കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ചില സഹാബിവര്യന്മാര് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാത്തുവെക്കണം. എന്തിനാ? ആദ്യം എന്റെ മയ്യത്ത് നിസ്കരിക്കുക. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആദ്യം എന്റെ മയ്യത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞ സഹാബത്തുണ്ട്. വഫാത്തായ റസൂലുള്ളാഹിനെ കുറിച്ചാ പറഞ്ഞത്. സ്നേഹിതനായ പ്രവാചകൻ വരും, കൊണ്ടുപോകാം മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് പുഞ്ചിരി. ഹൂറിൽ ഇങ്ങനെ മാടി മാടി വിളിക്കുമ്പോ, സ്വർഗം ഇങ്ങനെ കാണുമ്പോ, ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ, പുഞ്ചിരിയോടെ യാത്ര പോകാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. സ്നേഹത്തിന്റെ കനവും കനിവും നിനവും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കണമേ, നോമ്പനുഷ്ഠിക്കണമേ, ഹറാമിൽ നിന്ന് മാറി നിൽക്കണമേ, ഗീബത്തും നമീമത്തും അന്യമാക്കണമേ, അന്യന്റെ ഹക്കിലും ബാധ്യതയിലും നമ്മൾ പങ്കാളിയാകരുത്. നന്മയുടെ ജീവിതം, സുഹൃതത്തിന്റെ ജീവിതം, റബ്ബിനെ ഭയപ്പെടുന്നതിനോടൊപ്പം സ്നേഹിക്കുക. മുത്തുനബിയുടെ പേരിൽ ജാഥ നടത്തുമ്പോ, ഭക്ഷണം വിതരണം ചെയ്യുമ്പോ, അതോടുകൂടെ മഹബ്ബത്ത് മനസ്സിലുണ്ടാകണം. ദീനിനു വേണ്ടി സകലതും ചെലവഴിക്കുന്ന ഒരു മനസ്സ് നമ്മുടെ മനസ്സിലുണ്ടാകണം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ തുൻജീകും മിൻ അദാബിൻ അലീം. സത്യവിശ്വാസികളെ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ലാഭകരമായ കച്ചവടം അറിയിക്കട്ടെ. അത് തേങ്ങ കച്ചവടമല്ല, അത് ആട് കച്ചവടമല്ല, അത് ട്യൂണ കച്ചവടമല്ല, അത് മാസിന്റെ കച്ചവടമല്ല. ആ കച്ചവടം ഏതാണ്? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ വിശ്വസിക്കല, വറസൂലിഹി, അവന്റെ പ്രവാചകനെ വിശ്വസിക്കല, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യല, ജിഹാദ് ചെയ്യല. എങ്ങനെ? ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട്, ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഖൈർ അതാണ് പ്രിയപ്പെട്ടവരെ. ശരീരം കൊണ്ട് ജിഹാദ് ചെയ്യേണ്ട അവസ്ഥ ദ്വീപുകാരെ നിങ്ങൾക്കില്ല, ഇന്ത്യക്കാരെ നമുക്കങ്ങനെ അവസ്ഥയില്ല. ഇതൊരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്, മതേതരത്വത്തിന്റെ രാജ്യമാണ്. ഇവിടെ നമുക്ക് ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വമുണ്ട്. അങ്ങനെയല്ല പാലസ്തീനില്, അങ്ങനെയല്ല ഇറാഖില്. അപ്പോൾ ശരീരം കൊണ്ട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയില്ല. പക്ഷേ ശരീരം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന യുദ്ധമാണ്
ഇതിന് ഉറക്കമൊഴിക്കുന്നത്, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്, ഇതിനു വേണ്ടി സഹായിക്കുന്നത്, ഇതിനു വേണ്ടി ഓടി നടക്കുന്നത്, ഇതിനു വേണ്ടി ഭക്ഷണം ചെയ്യുന്നത്, ഇതിനു വേണ്ടി ജാഥയിൽ പങ്കെടുക്കുന്നത്, സകല ദീനീ കാര്യങ്ങളും മദ്രസ പണിയുന്നത്. ഇന്ന് ഞങ്ങൾ പോയപ്പോ കണ്ടോ, ഏതോ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു മദ്രസ പണിയുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പണി എളുപ്പമാക്കട്ടെ. ആമീന് മാത്രം പോരാ, നിങ്ങളുടെ കയ്യിന്റെ സഹായം കൂടി വേണം. അതുപോലെ പള്ളി, ഇതൊക്കെ ജിഹാദാണ്. ഇസ്ലാമിന് വേണ്ടി സകല പരിശ്രമവും ജിഹാദാണ്, ശരീരത്തിന്റെ ജിഹാദാണ്. അംഫുസിക്കും അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ലാഭമുള്ള കച്ചവടം അതായി മാറുന്നത്. ഉള്ളവൻ ഉള്ളതിൽ നിന്ന് കൊടുക്കട്ടെ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ധാരാളം സഹോദരിമാര് തങ്ങളുടെ സ്വർണ്ണാഭരണം, തങ്ങളുടെ കയ്യിൽ അണിഞ്ഞ, കാതിൽ അണിഞ്ഞ ആഭരണങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സംഭാവന ചെയ്തിരിക്കുകയാണ്. തങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ കുറെ കാര്യങ്ങള്. അസ്ഗർ എന്ന് പറയുന്ന പൊന്നുമോൻ തന്റെ വല്യമ്മയുടെ എന്താ സാധനമെന്ന് എനിക്കറിയില്ല, കുഴൽ എന്ന് പറയുന്ന ഈ സാധനം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിച്ചു തന്നിരിക്കുകയാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി. അതിനൊരു മനസ്സ് വേണം മുഅ്മിനെ. പറിച്ചെടുക്കാൻ ഒരു പ്രയാസമുണ്ട് മുഅ്മിനീങ്ങളെ. വേറെ ഒരു സഹോദരി ഇതാ നല്ല കനമുള്ള ഒരു മോതിരം സംഭാവന ചെയ്തിരിക്കുകയാണ്. തന്റെ മരണപ്പെട്ടു പോയ ഭർത്താവിന് തന്റെ മകൻ ഒരു പരീക്ഷ എഴുതുന്നുണ്ട്, അതിൽ നല്ല വിജയമുണ്ടാകാം. ഒരു സ്വർണ്ണമോതിരം. പരീക്ഷയിൽ വിജയിച്ചാൽ ആണ്ടിലേക്ക് മറ്റൊരു സംഭാവനയും ഓഫർ ചെയ്യുന്നുണ്ട്. കരുണക്കടലായ രക്ഷിതാവേ, തന്റെ ഭർത്താവിനോട് സ്നേഹമുള്ള പ്രിയപ്പെട്ട ഭാര്യ നാളെ സ്വർഗത്തിൽ അവരെ ഒന്നിപ്പിക്കണേ അല്ലാ. തന്റെ ഭാര്യ ജീവിതത്തിൽ തനിക്ക് വേണ്ടി നൽകിയ ഈ സ്വതക്കയുടെ പുണ്യം ഈ നിമിഷം അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ സഹോദരിയുടെ പൊന്നുമോൻ പരീക്ഷ എഴുതുന്നുണ്ട്. അവരുടെ പരീക്ഷയിൽ നീ വിജയം നൽകണേ റബ്ബേ. വേറെ ഒരു സഹോദരൻ നോക്കൂ മോമിനീങ്ങളെ, ഇതൊരു വള പോലത്തെ ഒരു സാധനമാണ്. കൊച്ചുകുട്ടികൾ അണിയുന്നൊരു വള പോലത്തെ സാധനമാണ്. ആരാണിത് തരാ മനസ്സ് കാണിക്കുക? നമ്മുടെ പ്രിയപ്പെട്ട SKSSFന്റെ പ്രസ്ഥാനത്തിന്റെ സാരഥിയായ ഒരു സഹോദരൻ ഇന്ന് സംഭാവന നൽകിയതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് പിറന്ന പൊന്നു കുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഒരുപാട് കാത്തിരിപ്പിന് ശേഷം പിറന്നു വീണ ഒരു തങ്കക്കുടമാണ്. ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റബ്ബേ. ആ സഹോദരന്റെ വീട് പണി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഖൈറായ രീതിയിൽ നീ എളുപ്പമാക്കി കൊടുക്കണമേ തമ്പുരാനെ, സന്തോഷമാക്കണേ തമ്പുരാനെ. 4 വയസ്സ് കഴിഞ്ഞിട്ടും സംസാരശേഷി കിട്ടിയിട്ടില്ല. അല്ലാഹുവേ, പലവട്ടം നേർച്ചകൾ നേർന്നു, പല ഡോക്ടർമാരെയും കാണിച്ചു, ഫലം കിട്ടിയിട്ടില്ല. നല്ല പോലെ സംസാരിച്ച് കിട്ടാൻ ദുആ ചെയ്യാൻ 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയൊന്ന് സംസാരിച്ചാൽ 3333 രൂപ നേർച്ചയിലേക്ക് സംഭാവന ചെയ്യാമെന്നൊരു സഹോദരൻ. മുഅ്മിനീങ്ങളെ, ഹൃദയം പൊട്ടിയ ഒരു രക്ഷിതാവിന്റെ വേദനയാണത്. തന്റെ പൊന്നുമോൻ ഒന്ന് ഉമ്മ ഉപ്പ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ എന്തോ ഒരു കൊതിയാണ്. വേറെ ഒരു കുട്ടിയും ഇന്ന് ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോ വേറൊരു കുട്ടിയും സംസാര ശേഷിയില്ലാത്ത കുട്ടിയുണ്ട്. അല്ലാ, നീയല്ലേ കരുണക്കടലായ തമ്പുരാൻ. മൂസാ കലീമുള്ളാഹിയുടെ നാവിന്റെ സകല കെട്ടുകളെയും മുറിച്ചു കളഞ്ഞ തമ്പുരാനെ, നീ ആ കുഞ്ഞുങ്ങളുടെ നാവിന് പവർ കൊടുക്കണേ റബ്ബേ. ദാവൂദുൽ ഹകീം തങ്ങളുടെ ഹദറത്തിൽ ശംസുൽ ഉലമാ കുഞ്ഞിനെ സംസാരിപ്പിക്കാൻ സഹായമായതുപോലെ റബ്ബേ, ഈ മജ്ലിസ് അതിന് സബബാക്ക് അല്ലാ. ഒരു സന്തോഷത്തിന്റെ വാർത്ത നൽകി റബ്ബേ. ഏത് ഡോക്ടർമാര് വിധി എഴുതിയാലും നീ കബൂൽ ചെയ്താൽ, നീ ഇടപെട്ടാ റബ്ബേ, ആ പൊന്നുമക്കൾ ഉപ്പാനെ വിളിക്കൂലേ, ഉമ്മാനെ വിളിക്കൂലേ അല്ലാ. കഴിവ് കൊടുക്കണേ അല്ലാ. ഒരു സഹോദരി തന്റെ മാനസികവും ശാരീരികവുമായ അസുഖങ്ങൾ മാറാൻ
മകന് യോജിച്ച ലോലി ലഭിക്കാൻ 501 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ആ ലോലി ശരിയായാൽ ആദ്യ ശമ്പളത്തിൽ നിന്നൊരു തുക ഈ ദീനീ മജ്ലിസിന് വേണ്ടി നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. കരുണക്കടലായ റബ്ബേ, നീ സ്വീകരിക്കണേ തമ്പുരാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.